ഷെയ്ഖ് തെർബിയത്ത് ചെയ്യുമ്പോൾ അവരുടെ കൂടെയുള്ള ഷെയ്ഖിന്റെ മറ്റൊരു മുരീദ് ഷെയ്ഖിനെ വിമർശിക്കുകയാണ്. മൂപ്പരോട് ഷെയ്ഖ ചെയ്ത് ശരിയല്ല, ആ ഒരു പാവം മനുഷ്യനല്ലേ, അദ്ദേഹത്തോട് ഷെയ്ഖ് അത്ര ഗൗരവപ്പെട്ടത് ശരിയായില്ല, അദ്ദേഹത്തോട് മൂപ്പര് പെരുമാറിയ പെരുമാറ്റം ശരിയായില്ല എന്ന് വിമർശിക്കുക. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ആരും നാവുകൊണ്ട് പറയൂല, അത് ഹൃദയത്തിലാണ് വിമർശനം വരെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിമർശിക്കാൻ ഹൃദയത്തിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി വരെ, ഷെയ്ഖിനോടൊരു വിമർശനാത്മകമായുള്ള ചിന്താഗതി ഷെയ്ഖ് തോന്നിയ പോലെ ചിന്തിക്കാൻ തന്നെ പാടില്ല. കുറെ ചിന്തിക്കുമ്പോഴാണ് ഉള്ളിൽ നിന്ന് ഈ വിഷം വായിൽ കൂടിന്റെ വിരല് കാബട്ടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ആ വഴിയിൽ ഇവൻ കപടനാണ്. അത് ഷെയ്ഖിനോട് പൂർണ്ണ വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ നിരൂപിക്കാനും വിമർശിക്കാനും നിൽക്കുന്നത്. ഇത് അള്ളാഹിന്റെ ഒരു വലിയാണെന്നും ഇത് അള്ളാഹുവിന്റെ ആരിഫാണ് എന്നും ഇദ്ദേഹം തന്റെ ഷെയ്ഖിനാൽ സംസ്കരിക്കപ്പെട്ട ആളാണ് എന്നും ആദ്യം വിശ്വാസം വേണ്ടേ. അതിന് നമ്മളാണ് ഈ മുരീദാണ് എന്ത് ചെയ്യണത് മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ സംസ്കരണം എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണ്, ഇന്നതൊക്കെയുള്ള ഗുണങ്ങൾ ഷെയ്ഖിൽ ഉണ്ടായിരിക്കണം. ആര്? മുരീദ മനസ്സിലാക്കുന്നത്. പിന്നെ മൂപ്പരനാണ് ഷെയ്ഖായി. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സൂഫികളുടെ സ്ഥിതിഗതികളും ചരിത്രങ്ങളും നാം വിശദാന്വേഷണം നടത്തി നോക്കി. അവരെ അധിക്ഷേപിച്ച ഒരാളെയും നല്ല നിലക്ക് മരിച്ചു പോയതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, നമ്മുടെ ഷെയ്ഖ് റളിയല്ലാഹു പറയാണ്, ഏതെങ്കിലും വലിയന്റെ അഭിമാനം ഒരാൾ ഹനിച്ചാൽ ഹൃദയം മരവിപ്പിച്ച് അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه. وصلي على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين. അൽഹംദുലില്ലാ. എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. അള്ളാഹു വെറുത്ത വഴികളിൽ നിന്നും നമ്മളെ അള്ളാഹു തആല മോചിപ്പിക്കട്ടെ. അള്ളാഹു തആല അവന്റെ റസൂലിനെ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന പുണ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, ഗുരുവര്യന്മാർ, ബന്ധപ്പെട്ടവർ, ശിഷ്യന്മാർ, ശിഷ്യകൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവരുടെയും പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ബഹുമാനികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്ത് മുന്നേറുന്ന ഒരു സാധകന്, ഒരു സാലിക്കിന് ഉണ്ടായിരിക്കേണ്ട നിബന്ധനകൾ അല്ലെങ്കിൽ അദബുകളെ സംബന്ധിച്ചാണ്. അതായത് തൻ്റെ ഗുരുവിനോട് ഉണ്ടായിരിക്കേണ്ട അദബുകളെ സംബന്ധിച്ചാണ്. പലപ്പോഴും തൻ്റെ ഗുരുവര്യരോട് കാണിക്കേണ്ട അദബുകൾ പാലിക്കാതെ വരുമ്പോൾ ആ വഴിയിൽ മുന്നേറാൻ സാധിക്കാതെ വരും. അത് മുൻഗാമികളായ മഹത്തുക്കൾ ഈ വഴിയിൽ സഞ്ചരിച്ച് അതിൽ ഇരുത്തം വന്ന മഹാന്മാര് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അള്ളാന്റെ മാർഗത്തിൽ മുന്നേറുമ്പോൾ പാലിക്കേണ്ട തന്റെ ഗുരുവര്യന്മാരോടുള്ള അദബ് വല്ലാത്ത അദബാണ്. അതുള്ളവനക്ക് മാത്രമേ ത്വരീഖത്തിന്റെ വഴിയിൽ മുന്നേറാൻ സാധിക്കൂ. മഹാന്മാര് പറയാറുണ്ട്, മശൈഖന്മാര് പറയാറുണ്ട്, രണ്ട് വിധം മുരീദുമാരുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരിൽ മുരീദുമാരിൽ രണ്ട് വിധ ആളുകളുണ്ട്. അതില് ഒരു വിഭാഗത്തിന് മാത്രമേ
ശരിയാവണ്ണത്തില് മുന്നേറി ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. മറ്റൊരു വിഭാഗത്തിന് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. പകുതി വെച്ച് അയാൾ മുറിഞ്ഞു വീഴുകയും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊട്ട് വലിയ ഫയലുകൾ, വലിയ അൻവാറുകൾ തടയപ്പെടുകയും അദ്ദേഹം അതിൽ ക്ഷീണിതനായി ചിറകൊടിഞ്ഞ് ആ വഴിയെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചുരുക്കി പറയാം, അതായത് മഹാന്മാര് പറയാറുണ്ട്, ഒന്ന് കാഷ്ക മുരീദ്, നമ്മളെ ഷെയ്ഖുമാരുടെ ഭാഷ. രണ്ട് ബാൽക്ക മുരീദ്. ഇതിൽ കാഷ്ക മുരീദിന്റെ കാര്യം അവതാളത്തിലാണ്. അവനക്ക് ലക്ഷ്യത്വം പറ്റില്ല. അതേ സ്ഥാനത്ത് ബാൽക്ക മുരീദ് ആവണം. ബാൽക്ക മുരീദ് ലക്ഷ്യത്തിലെത്തും. ഇത് രണ്ടിനെ സംബന്ധിച്ച് കുറഞ്ഞ വിധത്തിൽ നമുക്ക് വിശദീകരിക്കാം. മഹാന്മാരുടെ വാക്കുകൾ, പരിശുദ്ധമായ അവരുടെ വാക്കുകൾ വെച്ചുകൊണ്ട്. കാഷ്ക മുരീദ് എന്ന് പറഞ്ഞാൽ അത് ഉറുദു പ്രയോഗമാണ്. കാഷ് കാഷ് മേരാ പീർ ഐസാ ഹോ ഗയ തോ ബഹുത് അച്ഛാ താ. അതാണ് അതിന്റെ ഒരു ആശയം. കാഷ് മേരാ പീർ ഐസാ ഹോ ഗയ തോ ബഹുത് അച്ഛാ താ. എന്റെ അർത്ഥം എന്താ? എന്റെ ഷെയ്ഖ് അങ്ങനെയാകുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അല്ലെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, പക്ഷേ അങ്ങനെ ആയിപ്പോയി. മനസ്സിലാവല്ലോ? എന്റെ ഷെയ്ഖ് അങ്ങനെയാകുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ എന്റെ ഷെയ്ഖ് ഇങ്ങനെയാകുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, പക്ഷേ അങ്ങനെ ആയിപ്പോയി. ഇത് പലപ്പോഴും വാക്കുകൊണ്ട് പറയണമെന്നില്ല. ഇത് വാക്കുകൊണ്ട് പറയണമെന്നില്ല, മനസ്സിലുണ്ടായാൽ തന്നെ മതി. വാക്കുകൊണ്ട് പറയാതെ മനസ്സിൽ പറഞ്ഞാൽ തന്നെ മതി. മനസ്സിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായാൽ തന്നെ എന്താവും? അയാളുടെ സുലൂക്ക് അതോടുകൂടി എന്തായി? ബന്ധായി. അത് വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ മശായിഖന്മാരുടെ ചില പ്രവർത്തനങ്ങളിൽ, അവരുടെ ചില രീതികളിൽ, അവരുടെ ശൈലികളിൽ, അവരുടെ സംസാരങ്ങളിൽ, അവർ മുരീദുമാർക്ക് തർബിയത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ, അതിലൊക്കെ നമുക്ക് ഒരു നിരൂപണവും ഒരു വിമർശനവും ഒക്കെ ഉണ്ടാവും. അതാണ് എന്റെ ഷെയ്ഖ് അങ്ങനെയായിരുന്നു വളരെ നല്ലത്, പക്ഷെ ഇങ്ങനെയായിപ്പോയി. മറ്റാളുടെ ഷെയ്ഖ് അങ്ങനെയല്ല, മറ്റേ ഇന്ന ഷെയ്ഖ് അങ്ങനെയല്ല, പക്ഷെ എന്റെ ഷെയ്ഖ് ഇങ്ങനെയായി. എന്താ ചെയ്യ? എന്നിട്ട് ഷെയ്ഖിന് വേണ്ടി ദുആ ചെയ്യും. കുറച്ചോളം എന്റെ ഷെയ്ഖിന്റെ ഹാല് നന്നാക്കി തരണേ, എന്റെ ഷെയ്ഖിന്റെ അഹ്വാല് നേരാക്കണേ, എന്റെ ഷെയ്ഖിനെ അങ്ങനെ ആക്കണേ, എന്റെ ഷെയ്ഖിന് ഇന്ന പാവം പുറത്തു കൊടുക്കണമേ എന്നുള്ള രീതിയിൽ മുരീദായി. മറ്റുള്ളവർ അങ്ങനെ ദുആ ചെയ്തോട്ടെ, മുരീദിന് ഒരിക്കലും പാടില്ല. മുരീദിന് അങ്ങനത്തെ ചിന്ത, അങ്ങനത്തെ, അതായത് ഈ അപ്പോ എന്താ ഉണ്ടായത് എന്ന് വെച്ചാല്, മുരീദ് ഷെയ്ഖിനെ നന്നാക്കുന്ന ആളായി. മനസ്സിലാവണ്ട? ഷെയ്ഖിനെ തെസ്കിയത്ത് ചെയ്യുന്ന ആളായി മാറി മുരീദ്. ഷെയ്ഖ് മുരീദിനെ തെസ്കിയത്ത് ചെയ്യലല്ല, നേരെ ഉൾട്ടായി മാറി. കാമിലായ ഷെയ്ഖന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ ഒന്ന് ഇവന്റെ കേടാണ്. അവരെല്ലാം തെറ്റോ അവരുടെ കുഴപ്പം കൂടെ ആവില്ല, ഇവനെ പിശാച് പിഴപ്പിക്കുന്നു. മഹാന്മാര് പറയും, ഒരു മുരീദിനെ, അള്ളാന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന മുരീദിനെ തൊട്ട് പിശാച് ആശ മുറിഞ്ഞിരിക്കുന്നു. എന്തിനെ തൊട്ട്? അവനെ കള്ളു കുടിപ്പിക്കുന്നതിനെ തൊട്ട്, അവനെ മയക്കുമരുന്ന് ഉപയോഗിപ്പിക്കുന്നതിനെ തൊട്ട്, അല്ലെങ്കിൽ നിസ്കാരം കള ആക്കുന്നതിനെ തൊട്ട്, ഇതിനെ തൊട്ടൊക്കെ പിശാച് എന്തായിട്ടുണ്ടാവും? ശരിയാവണ്ണത്തിൽ നല്ല ലക്ഷ്യം, അള്ളാഹുവിനെ ലക്ഷ്യമാക്കിയിട്ട് ഒരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്ത, അള്ളാഹുവിന്റെ വസുലിന് വേണ്ടിയിട്ട്, അവന്റെ കുറുബിന് വേണ്ടി ബൈഅത്ത് ചെയ്ത, അവന്റെ മഅരിഫത്ത് ലഭിക്കാൻ വേണ്ടി ബൈഅത്ത് ചെയ്ത ഒരു മുരീദിനെ തൊട്ട് ശൈത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആശമുണ്ടിട്ടുണ്ട്. ശൈത്താൻ അങ്ങനെ വന്നെങ്ങാണ്ട് അവനെ പഴപ്പിക്കാൻ പറ്റില്ല. പിശാച് പിന്നെ ചെയ്യുന്ന പണി എന്താണ്? ഏറ്റവും വലിയ ബോംബ് എന്താണ് പിശാച് ചെയ്യുന്നത്? ഈ ഷെയ്ഖിനെ സംബന്ധിച്ച് ഒരു അദ്ദേഹത്തിന് യോജിക്കാത്ത വിധത്തിൽ ഒരു ചിന്ത മുരീദിന്റെ മനസ്സിലിട്ട് കൊടുക്കലാണ്. ഈ ഷെയ്ഖിനോടുള്ള വിശ്വാസം, അതിനാണ് അഖീദ എന്ന് പറയാം. ഷെയ്ഖിനോടുള്ള അഖീദ, അതായത് വിശ്വാസം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു ചിന്താഗതി ഈ മുരീദിൽ ഇട്ടുകൊടുക്കലാണ് പിശാച് ചെയ്യുക. അതിനുള്ള എന്തെങ്കിലും അവന് എന്ത് ചെയ്യും? മഞ്ഞയായോ പച്ചയോ കാണിച്ചു കൊടുക്കും.
ഇവൻ മുന്നേ പഠിച്ചതായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് ഷെയ്ഖിനെ നിരൂപിക്കാനും മറ്റും തുനിയുമ്പോൾ ഇവന്റെ അറിവ് വെച്ചുകൊണ്ട് ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഇവൻ നല്ലത് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഷെയ്ഖിൽ കണ്ടുകൊള്ളണമെന്നില്ല. ഇവൻ ചിലപ്പോ വേറെ മോശമായി മനസ്സിലാക്കിയത് ഷെയ്ഖിൽ ഉള്ളതായിക്കൊണ്ട് പിശാച് ഒരു വിധത്തിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഷെയ്ഖിനോടുള്ള വിശ്വാസമാണ് മുരീദിൽ ഇല്ലാതാക്കുക. അതാണ്, അത് പിശാച് ചെയ്യുന്നതാണ് ആദ്യം ഇയാൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത മുരീദിൽ വരുമ്പോൾ മുരീദ് മനസ്സിലാക്കണം, ഇത് ഇബ്ലീസിന്റെ ഭാഗത്തു നിന്നാണ്, തന്റെ ഭാഗത്തു നിന്നല്ല. ഇബ്ലീസാണ് അത് ഇടുന്നത്. കാരണം ഇതുകൊണ്ട് മാത്രമേ നിന്നെ പരാജയപ്പെടുത്താൻ പറ്റൂ. ഷെയ്ഖിനോടുള്ള വിശ്വാസം ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവനക്ക് പിന്നെ ഷെയ്ഖ് തന്ന ഔറാദ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഷെയ്ഖ് സ്വലാത്ത് ചൊല്ലാൻ പതിവാക്കാൻ പറഞ്ഞാൽ അത് അവനക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. ഷെയ്ഖ് തന്ന ഒന്നിലും അവനക്ക് എന്താവില്ല, എളുപ്പം കിട്ടില്ല. മാത്രല്ല അത് ഭാരമായി മാറും. ഒരു ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്ത്, കാമിലായ ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്തു പോകുന്ന മുരീദിന് ആ ഷെയ്ഖിൽ നിന്ന് ലഭിക്കുന്ന ഔറാദുകൾ തണുപ്പും കുളിരും എളുപ്പമാകുമ്പോൾ ഈ മുനാഫിഖായ മുരീദിന്, അല്ലെങ്കിൽ ഈ ഇബ്ലീസിന്റെ ഈ വലയിൽപ്പെട്ട, ഈ വസ്വാസിന്റെ വലയിൽപ്പെട്ട മുരീദിന് അത് ഭാരവും ചൂടുമായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് വളരെ ശ്രദ്ധിക്കണം. കാശ് കാ മുരീദ്, കാശ് മേരാ പീർ ഐസാ ഹോ ഗയ തോ കൈസാ താ. മനസ്സിലാവണം, എന്റെ ഷെയ്ഖ് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തത് ബാൽക്ക മുരീദാണ്. ബാൽക്ക മുരീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാൽ എന്ന് ഉറുദുവിൽ പറയല് ഈ രോമം, ഈ ബാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതുണ്ടല്ലോ നമ്മുടെ മുടി രോമം, ഇതിനൊക്കെ പറയാം. അപ്പൊ ബാൽക്ക മുരീദ് നമ്മുടെ മുടി നമ്മുടെ തലയിൽ പറ്റി കിടക്കുമല്ലോ. നമ്മൾ രോമങ്ങൾ കണ്ടില്ലേ, കയ്യിൽ ഉള്ള രോമങ്ങൾ അതിലിങ്ങനെ പറ്റി ഇങ്ങനെ ഇങ്ങനെ കൂലല്ലോ. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ നിർത്തിപ്പിക്കാണ് മുടിയൊക്കെ, ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അതേപോലെ, അതായത് നമ്മൾ പോണോടത്തൊക്കെ നമ്മൾ മുടി ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഒരു മുടി ആ വ്യക്തിയുടെ ശരീരത്തിൽ എങ്ങനെ പറ്റിക്കിടക്കുന്നുവോ അപ്രകാരം ഷെയ്ഖിന്റെ ശിക്ഷണത്തിൽ പൂർണ്ണമായി വിധേയനാകുന്ന മുരീദ്, അതാണെന്ത് ബാൽക്ക മുരീദ്. അങ്ങനെ ഒരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണമായി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹുവിന്റെ മാർഗത്തിൽ എളുപ്പമായി എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് എത്താം. അത് ആർക്കെ പറ്റുള്ളൂ എന്ന് അറിയോ? ഷെയ്ഖിനോട് ആ വിധത്തിലുള്ള അഖീദയും ഷെയ്ഖിനോട് ആ വിധത്തിലുള്ള സ്നേഹവും ഇവനുണ്ടായിരിക്കും. തന്റെ ഷെയ്ഖ് എനിക്ക് നല്ലതേ കൽപ്പിക്കൂ, തന്റെ ഷെയ്ഖ് എനിക്ക് നല്ലതേ പറഞ്ഞു തരൂ, തന്റെ ഷെയ്ഖ് അള്ളാഹുവിലേക്ക് ആ ലക്ഷ്യം പൂർത്തിയായവരാണ്. അതുകൊണ്ട് തന്നെ എന്നെ കൈപിടിച്ച്, ഞാൻ എത്ര മോശമാവട്ടെ, എന്നെ കൈപിടിച്ച് ഹക്കിന്റെ സന്നിധാനത്തിലേക്ക് എത്തിക്കാൻ ഉന്നതമായ മനക്കരുത്തും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ അനുമതിയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായിട്ടുള്ള ആ പൊരുത്തവും ഒക്കെ കിട്ടിയ ആളാണ് എന്റെ ഷെയ്ഖ് എന്ന് ഇവൻ ശരിക്കും വിശ്വസിച്ചോളാം. അതൊരു യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ ആവുമ്പോൾ ഇവരെന്ത് പറയുന്നു, അപ്രകാരം മുരീദ് മുന്നേറാൻ പറ്റും. തന്റെ ഷെയ്ഖിന്റെ ബാത്തിനു റസൂലാണെന്ന് മനസ്സിലാക്കുന്നത്, റസൂൽ നുമയാണ് എന്റെ ഷെയ്ഖ് എന്ന് മനസ്സിലാക്കുന്നത്, റസൂലിനെ കാണിക്കുന്നവരാണ് എന്റെ ഷെയ്ഖ് എന്ന് മനസ്സിലാക്കുന്നത്, എന്റെ ഷെയ്ഖിനെ പിൻപറ്റൽ മുത്തുനബിയെ പിൻപറ്റലാണ് എന്ന് മനസ്സിലാക്കണം, എന്റെ ഷെയ്ഖിനെ സ്നേഹിക്കൽ മുത്തുനബിയെ സ്നേഹിക്കലാണെന്ന് മനസ്സിലാക്കണം, എന്റെ ഷെയ്ഖിന്റെ സന്തോഷം മുത്തുനബിയുടെ സന്തോഷമാണെന്ന് ഇവൻ മനസ്സിലാക്കണം, എന്റെ ഷെയ്ഖിന്റെ വെറുപ്പ് മുത്തുനബിയുടെ വെറുപ്പാണെന്ന് മനസ്സിലാക്കണം. തന്റെ ഷെയ്ഖിനെ യഖ്ലത്തിൽ കാണൽ, ഉണർവിൽ തന്റെ ഷെയ്ഖിനെ കാണൽ, തന്റെ ഷെയ്ഖിനോട് സഹവാസം, അത് യഥാർത്ഥത്തിൽ മുത്തുനബിയോട് സഹവസിച്ചതുപോലെയാണ്. തന്റെ ഷെയ്ഖിനെ കാണൽ, സിയാറത്ത് ചെയ്യൽ, സന്ദർശിക്കൽ മുത്തുനബിയെ സന്ദർശിക്കുന്നത് പോലെയാണ്. അങ്ങനെ മനസ്സിലാക്കാം. കാരണം മുത്തുനബി കാലഘട്ടത്തിൽ ഇല്ല എന്നിലേക്ക്. തന്റെ മുന്നിൽ മുത്തുനബിയുടെ പ്രതിനിധിയായി, മുത്തുനബിയുടെ ഹാദിമായി കൊണ്ട് മുത്തുനബിയുടെ നൂറിനെയും പ്രകാശത്തിനെയും മുത്തുനബിയിലൂടെയുള്ള ഹിദായത്തിനെയും മുത്തുനബിയിലൂടെയുള്ള മഅരിഫത്തിനെയും എനിക്ക് നൽകാൻ വേണ്ടി മുത്തുനബിയാൽ അല്ലാഹു തആല നിയോഗിച്ച
അള്ളാഹുവിന്റെ വലിയാണ് എന്റെ ഷെയ്ഖ് എന്ന് മനസ്സിലാക്കി. അപ്പൊ തന്റെ ഷെയ്ഖിലൂടെ മുത്തുനബിയെ കാണാൻ പറ്റും. തന്റെ ഷെയ്ഖിലൂടെ മുത്തുനബിയുടെ ആ ഉപദേശങ്ങൾ എത്തിക്കാൻ പറ്റും. അങ്ങനെയായിരിക്കണം ഷെയ്ഖിന്റെ ദർബാർ മുത്തുനബിയുടെ ദർബാറായിട്ട് മനസ്സിലാക്കണം. ഷെയ്ഖിനെ മുസാഫാത്ത് ചെയ്യുമ്പോൾ മുത്തുനബി ഇന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഷെയ്ഖിനെ മുസാഫാത്ത് ചെയ്യുമ്പോൾ അവരെ പ്രതിനിധിയെ മുസാഫത്ത് ചെയ്യുമ്പോൾ അത് എന്റെ മുത്തുനബിയെ മുസാഫത്ത് ചെയ്തത് പോലെയാണ് മനസ്സിലാക്കുന്നത്. തന്റെ മുത്തുനബി എന്ന് ബാഹ്യമായിട്ട് കാണാനില്ല. അപ്പോൾ ഷെയ്ഖിനെ കാണുമ്പോൾ മുത്തുനബി എന്ന് ബാഹ്യമായിട്ടില്ലെങ്കിലും എന്റെ ഷെയ്ഖിനെ കാണൽ മുത്തുനബിയെ കാണൽ പോലെ ഇവൻ മനസ്സിലാക്കുന്നത്. അതെ, തന്റെ ഷെയ്ഖിനെ കാണുമ്പോൾ ഇന്ന് മുത്തുനബി ഉണ്ടായിരുന്നെങ്കിൽ മുത്തുനബിയെ ഞാൻ കാണുന്നത് പോലെയാണ്. പക്ഷെ ബാഹ്യമായി എന്റെ ഷെയ്ഖിന്റെ രൂപം ആ മുത്തുനബിയുടെ അതേ ശരീരത്തിനെ പൂർണ്ണമായിട്ട് മുത്തുനബിയെ പിൻപറ്റി തന്നെ കാണിക്കാതെ മുത്തുനബിയെ കാണിച്ചുകൊണ്ട് മുത്തുനബിയുടെ സുന്നത്തിനെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് തന്നെ മുന്നിൽ ഇതാ എന്റെ ഷെയ്ഖ്, എന്റെ മുന്നിൽ ഇതാ എന്റെ ഗുരുവര്യൻ. അതുകൊണ്ട് തന്നെ ഇവരെ കാണൽ മുത്തുനബിയെ കാണലാണ്. ഇവരുടെ മറയങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ മുത്തുനബിയാണ്. ഇങ്ങനെ മനസ്സിലാക്കണം. ഇവരിലൂടെ മുത്തുനബിയെ കാണാൻ തുടങ്ങും. പിന്നെ ഈ മനസ്സിലാവുണ്ട. അപ്പൊ അത്രക്കും അദബ് ഇവനിക്ക് വരും. കാരണം തന്റെ മുത്തുനബിയിലേക്കുള്ള ഒരു കവാടമാണ് ഇത് എന്ന് മനസ്സിലാവും. മനസ്സിലാവുണ്ട. തന്റെ ഷെയ്ഖ് മുത്തുനബിയിലേക്കുള്ള ഒരു വാതിലാണെന്ന് മനസ്സിലാവും. മുത്തുനബിയെ കാണിക്കുന്ന കണ്ണാടിയാണ് എന്ന് മനസ്സിലാവും. ആ ഒരു അഖീദയിൽ ഷെയ്ഖിന്റെ മുന്നിൽ ആ വന്നിരിക്കുമ്പോഴും സഹവസിക്കുമ്പോഴും ആ വിധത്തിലുള്ള അദബും കാര്യങ്ങളും മുന്നേറുമ്പോൾ ഈ കണ്ണാടിയിലൂടെ അത് തന്നെ അവനിക്ക് എന്ത് ചെയ്യും, കാണാൻ തുടങ്ങുന്ന. അങ്ങനെയാണ്. അപ്പൊ എന്റെ ഷെയ്ഖിനെ സന്തോഷിപ്പിക്കൽ മുത്തുനബിയെ സന്തോഷിപ്പിക്കലാണ്. മുത്തുനബിയെ സന്തോഷിപ്പിക്കൽ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കൽ. എന്റെ ഷെയ്ഖിന്റെ വെറുപ്പ് മുത്തുനബിയുടെ വെറുപ്പാണ്, മുത്തുനബിയുടെ വെറുപ്പ് അള്ളാഹിന്റെ വെറുപ്പാണ് എന്ന് മനസ്സിലാക്കും. വളരെ ചിന്തിക്കണം. അപ്പോ അങ്ങനെ ആകുമ്പോൾ തന്റെ ഷെയ്ഖിനെ വിമർശിക്കലും തന്റെ ഷെയ്ഖിനെ സംബന്ധിച്ച് ഇതിന് യോജിക്കാത്ത, ഈ വിധത്തിൽ ഇതിന് യോജിക്കാത്തതായ മോശമായിട്ടുള്ള ഉസ്വാസുകളും മോശമായുള്ള ചിന്താഗതികളും അതൊക്കെ എന്ത് ചെയ്യും, വിമർശനവും നിരൂപണവും എല്ലാം ഈ മുരീദിന്റെ അടുത്തുനിന്ന് പോകും. മറിച്ച് ആകെ നല്ലത് മാത്രമേ ഷെയ്ഖിനെ സംബന്ധിച്ച് ചിന്തിക്കാനുള്ളൂ, ഭാവിക്കാനുള്ളൂ, കാണാനുള്ളൂ, പറയാനുള്ളൂ, പ്രവർത്തിക്കാനുമുള്ളൂ. എന്ത് രസമായിരിക്കും ആ മുരീദിന് തന്റെ ഷെയ്ഖ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുന്നേറുന്ന ആൾ. യഥാർത്ഥ കാമില ഷെയ്ഖ് അവരെ മാറ്റി അവരുടെ ഷെയ്ഖിനെ കാണിക്കുന്നവരെ, ഒരിക്കലും തന്നെ കാണിക്കുന്നവരാവൂല ഒരു കാമില ഷെയ്ഖ്. എപ്പോഴും കാമില ഷെയ്ഖുമാരുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അവരെ മാറ്റി മറ്റുള്ളവർ അവരെ ഷെയ്ഖ് എന്ന് പറയുമെങ്കിലും അവർ സ്വന്തത്തെ ഷെയ്ഖ് എന്ന് മനസ്സിലാക്കാതെ ഞാൻ എന്റെ ഷെയ്ഖിന്റെ ഗുലാമാണ്. നമ്മുടെ ഷെയ്ഖുന നൂർ ഷാ സാനി സർക്കാർ ഇപ്രാവശ്യം വളരെയധികം നമ്മളെ പോലെ ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ലളിതമായി വിശദീകരിച്ചു ഏലംകുളത്ത് വന്നപ്പോൾ. അതായത് നമ്മളിലേക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാവുണ്ട വിഷയങ്ങള് പറഞ്ഞു തരാൻ പറ്റുന്ന ആളാണ്. അപ്പൊ അവര് തന്നെ കാണിക്കാതെ അവര് പറയൽ എന്താണ്, ഞാൻ എന്റെ ഷെയ്ഖിന്റെ ഗുലാമാണ്, ഞാൻ അവരുടെ ഖലീഫയാണ്, ഗുലാമാണ് എന്ന ഷെയ്ഖ് പറയൂ. ഷെയ്ഖ് ഒരിക്കലും ഞാൻ അവിടുത്തെ ഹാദ്യമാണെന്ന പറയും. അങ്ങനെ തന്നെ കാണിക്കാതെ അവരുടെ ഷെയ്ഖിനെ കാണിച്ചു. അവരുടെ ഷെയ്ഖാകട്ടെ അവരെ കാണിക്കാതെ അവരുടെ ഷെയ്ഖിനെ കാണിച്ചു. അവരുടെ ഷെയ്ഖാകട്ടെ അവരെ കാണിക്കാതെ അവരുടെ ഷെയ്ഖിനെ. അങ്ങനെ മാറി 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 മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തി, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ. അവരും അവരെ കാണിക്കാതെ അവരെ മശായിഖന്മാരെ കാണിച്ചു. അങ്ങനെ ഏതുവരെ എത്തി? അലിയാർ തങ്ങളെ വരെ എത്തി, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ എത്തി, അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ എത്തി, അല്ലെങ്കിൽ ഉസ്മാനുൽ ഗനി റളിയല്ലാഹു അൻഹു വരെ എത്തി. അവരാണെങ്കിലോ അവരെ കാണിക്കാതെ മുത്തുനബിയെ കാണിക്കുന്നവരാണ്. അപ്പൊ ഈ ഗ്ലാസ് ആണിത്. അങ്ങനെ അവസാനം മുത്തുനബിയെ കാണിക്കുന്നവരാണ്. മുത്തുനബിയോ ഖുദാനുമാ ഹക്കിനെ കാണിക്കുന്നവരാണ്.
ഇതിനാണ് സിൽസില എന്ന് പറയാ. അതേ സിൽസിലയാവുള്ളൂ. അപ്പൊ ഓരോരുത്തരും അവരെ മാറ്റി അവരുടെ ഷെയ്ഖിനെ കാണിക്കുക, അങ്ങനെ പോകുന്നത്. അപ്പൊ റസൂലുള്ളവരെ എത്തും. അപ്പൊ അതുകൊണ്ട് എന്താണ്, ശരിയായ ഫൈല് മുത്തുനബി അള്ളാന്റെ നൂറ് അള്ളാന്റെ റസൂലിലൂടെ ശരിയായ വണ്ണത്തിൽ തന്നെ ഷെയ്ഖിലൂടെ ഇങ്ങനെ വരാൻ തുടങ്ങും. അതാണ് ഫയൽ. ഇതിനാണ് ഫയലാൻ എന്ന് പറയുന്നത്. ഒരു ഒഴുക്കാണ് അള്ളാഹുവിന്റെ ഹിദായത്താകുന്ന നൂറിന്റെ ഒഴുക്ക്, അൻവാറുകളെ ഒഴുക്ക്, അദ്കാറുകളുടെ ഒഴുക്ക്. ഈ ഒഴുക്ക് തന്റെ ഷെയ്ഖിലൂടെ വരുന്നത് എന്തുകൊണ്ടാണ്? മശൈഖന്മാർ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവരൊരിക്കലും അവരെ കാണിക്കുന്നവരല്ല, അവരവരുടെ മശൈഖന്മാരെ കാണിക്കുന്നവരാണ്. അവർ റസൂലിനെ കാണിക്കുന്നവരാണ്. അവരുടെ ഷെയ്ഖിനെ കാണിക്കുന്നതോട് കൂടി തന്നെ മൊത്തത്തിൽ റസൂലിനെ കാണിക്കുന്നവരായി മാറി. അവരിൽ നിന്ന് മാറിയതോടു കൂടി തന്നെ റസൂലിനെ കാണിക്കുന്നവരായി മാറി. ഇത് നമ്മൾ സ്വന്തമായിട്ട് പറയല്ല, ഇത് മശൈഖന്മാർ കിതാബിൽ പറഞ്ഞതാണ്. മനസ്സിലാവും. അപ്പൊ അതാണ്. അപ്പം ബാൽക്ക മുരീദ് എപ്പോഴും താനെ ആരെ ബൈഅത്ത് ചെയ്തോ, ഏതൊരു മഹാന്റെ തെർബിയത്തിലാണോ താൻ ബൈഅത്ത് ചെയ്ത് പ്രവേശിച്ചത്, തന്റെ ജിസ്മിനെയും കൽബിനെയും റൂഹിനെയും ഏതൊരു മഹാന്റെ കൈക്കാണോ വിറ്റത്, അവരെ കാണിച്ചു കൊണ്ടിരിക്കും. അവരെ കാണിക്കുന്നവരെ യഥാർത്ഥ ഖലീഫ തന്റെ ഷെയ്ഖിലേക്ക് മുരീദിനെ നയിക്കുന്നവരാണ്. തന്നിലേക്ക് നയിക്കുന്നവർ ഖലീഫ അല്ല, പ്രതിനിധിയല്ല. പ്രതിനിധി എപ്പോഴും തന്റെ ഷെയ്ഖിനെ കാണിക്കുന്നവരെ. അള്ളാഹു സത്യം മനസ്സിലാക്കി. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയങ്ങൾ ശരിക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പല വഴികേടിലേക്കും നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് ഇങ്ങനെയുള്ള ശരിയായ രീതി ഇല്ലാതെ ഓരോരുത്തരും തോന്നിയതുപോലെ എല്ലായിടത്തും എന്താ പറയാ, ആ ത്വരീഖത്ത് ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഈ വിഷയത്തിൽ കള്ളനാണയങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ വഴിപിഴക്കാൻ തുടങ്ങി. ഇതാണ് ശരിയായ റൂട്ട്. ഈ റൂട്ട് പണ്ട് കാലം മുതലേ ഉള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആരാണ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അല്ലാമ ഷെയ്ഖ് സയ്യിദ് അബ്ദുൽ ഖാദിർ ഈസ റളിയല്ലാഹു അൻഹു അവരുടെ ഒരു ഗ്രന്ഥമുണ്ട്, മനസ്സിലാവുണ്ടോ? ഹഖായിഖുൻ അനി തസവ്വുഫ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ഗ്രന്ഥമുണ്ട്. അവർ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, ഹഖായിഖുൻ അനി തസവ്വുഫ് എന്ന ഗ്രന്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മഹാനവറുകൾ ഈ അദബിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കുറച്ച് അദബുകൾ അവർ പറയുന്നത്, ഈ വഴിയിൽ അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ഈ വഴിയിൽ മുരീദ് അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ എന്തുണ്ട് ഈ മനസ്സിലാക്കേണ്ടതുണ്ട്, കുറച്ച് അദബുകൾ മുരീദിന് പാലിക്കേണ്ടതുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ്. അവർ പറയണത് ബാഹ്യമായിട്ടുള്ള കുറച്ച് അദബുകളുണ്ട്, ആന്തരികമായ കുറച്ച് അദബുകളുണ്ട്. തെർബിയത്തിന്റെ ഷെയ്ഖുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നവർക്ക് അവർ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ബാഹ്യമായിട്ടുള്ള കുറച്ച് അദബുകൾ പറയുകയാണ്. അതിൽ ഒന്നാമതായി മഹാനവറുകൾ പറയുന്നത്, ആദ്യമായിട്ടുള്ളത് അവർ പറയുന്നത്, തന്റെ ഷെയ്ഖിന് പൂർണ്ണമായിട്ട് ഈ മുരീദ് വിധേയനായിരിക്കണം. തന്റെ ഷെയ്ഖിന് ഈ മുരീദ് പൂർണ്ണമായി വിധേയനാണ്. അദ്ദേഹത്തിന്റെ കൽപ്പനകളും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും എല്ലാം അനുസരിക്കുക എന്നതാണ് അതിലൊന്നാമത്തത്. ഷെയ്ഖിന് പൂർണ്ണമായി വിധേയനാണ് മുരീദ്, അല്ലെങ്കിൽ അവൻ മുരീദല്ല. അത് ഷെയ്ഖിന്റെ കൽപ്പനകളും വിരോധനകളും അതെല്ലാം പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ആളായിരിക്കണം. അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും അവരുടെ ആത്മീയ ഗുരുനാഥന്മാരോട് ഈ വിധത്തിൽ വിധേയത്വം പാലിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മനസ്സിലാവുണ്ടോ? അതായത് മഹാനവറുകൾ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. ഏതുപോലെ ഒരു ഡോക്ടറോട് ഒരു രോഗി വിധേയത്വം കാണിക്കുന്നത് പോലെ എന്ന് ഉദാഹരണമായിട്ട് മഹാനവറുകൾ പറയുന്നത് മനസ്സിലാവുണ്ടോ? ഡോക്ടറുടെ ചികിത്സാ മുറകൾക്കും നിർദ്ദേശങ്ങൾക്കുമെല്ലാം സമ്പൂർണമായി ഈ രോഗി എന്ത് ചെയ്യുന്നുണ്ട്? അനുസരിക്കുന്നുണ്ട്. എന്നാൽ രോഗി അവന്റെ ബുദ്ധി പണയം വെച്ചിരിക്കുന്നുവെന്നോ തന്റെ ചിന്താശേഷിയിലും വ്യക്തിത്വത്തിലും നിന്ന് ഉൾവലിഞ്ഞിരിക്കുന്നുവെന്നോ ഈ അവസ്ഥയെ പറ്റി ആരും പറയാറില്ല. മാത്രമല്ല നിഷ്പക്ഷമതിയും ബുദ്ധിമാനുമൊക്കെയാണ് എന്നൊക്കെയാണ് അയാളെ വിശേഷിപ്പിക്കുക.
ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞത് പൂർണ്ണമായിട്ട് വിധേയനാവുന്ന ആളെ സംബന്ധിച്ച് ജനങ്ങളും നല്ലതാ പറയുള്ളൂ, അല്ലാതെ അന്ധമായിട്ട് അയാൾ അനുകരിച്ചു എന്ന് പറയില്ല. അപ്പൊ ഇതിവിടെ പറയണത് എന്താ, മഹാനവറുകൾ പറയുന്നത്, ഒരു ശൈഖിനെ പൂർണ്ണമായിട്ട് വിധേയമാവുക എന്ന് പറയുന്നത് കൊണ്ട് ചില ആളുകൾ, അല്പജ്ഞാനികൾ, ഈ ത്വരീഖത്തിനൊക്കെ വിമർശിക്കുന്ന ചില ആളുകൾ പറയും ഷെയ്ഖിന് പോയിട്ട് ബുദ്ധി പണയം വെക്കണവരാണ് ഇവര് ഷെയ്ഖ് പൂജയാണ് ചെയ്യുന്നത്, അവരൊന്നാ കൊണ്ട് ഇവരവിടെ പണയം വെച്ചിരിക്കുകയാണ്, പിന്നെ ഇവര് ചെയ്യണതൊക്കെ തന്നെ അയാൾക്കുള്ളത്. അങ്ങനെ ഇവര് എന്ത് ചെയ്യും, പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് ചിലവര്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബുദ്ധി പണയം വെക്കല്ല, മറിച്ച് ഒരു ഡോക്ടർ അടുക്കൽ നമ്മൾ എന്താ ചെയ്യുക, ആ ചികിത്സക്ക് വേണ്ടിയിട്ട് ആ ഡോക്ടർ പറയണത് അപ്പടി അനുസരിക്കൂല. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് തിന്നരുത്, നമ്മൾ തിന്നൂല. ഇന്ന ഗുളിക കഴിക്കണം, ഇന്ന മരുന്ന് കഴിക്കണം, അത് ഇന്ന സമയത്ത് കഴിക്കണം, ഇന്നതിന്റെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കണം, ശേഷം കഴിക്കണം, എല്ലാ പ്രകാരം ചെയ്യും. ഇന്നത് ചെയ്യുമ്പോ അനങ്ങാതെ കിടന്നോളെന്ന് ഡോക്ടർ പറഞ്ഞ അനങ്ങാതെ കിടക്കും അല്ലെ. അനങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താവും, സൂചി ഞരമ്പിൽ കയറുന്നത് മറ്റോടത്ത് കയറും അല്ലെ. അപ്പൊ അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ക്ഷമിച്ചോടെ നിൽക്കുന്നത് പോലെ, അതാണ് വിധേയത്വം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം മൂപ്പര് പറയാണ്. അതേപോലെ ഈ വിഷയത്തില് ഹൃദയരോഗങ്ങൾ മാറ്റാനും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള വിഷയത്തിൽ ആര് പൂർണ്ണനാണ്, ഷെയ്ഖ് പൂർണ്ണനാണ്. അപ്പൊ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, വിധേയനാവണമെന്നാണ് പറയുന്നത്. രണ്ടാമതായി മഹാനവറുകൾ പറയുന്നത്, മുരീദുമാരെ തെർബിയത്ത് ചെയ്തെടുക്കുന്ന രീതികളെ പറ്റി ഷെയ്ഖിനെ വിമർശിക്കാൻ പാടില്ല. മുരീദുമാരെ തെർബിയത്ത് ചെയ്തത് ഷെയ്ഖിന് അതിനുള്ള പൂർണ്ണത ലഭിച്ചത് കൊണ്ട്, അദ്ദേഹത്തിന് അതിനുള്ള ഉൾക്കാഴ്ചയും നൂറുമുള്ളത് കൊണ്ട് ഓരോ മുരീദിനുള്ള കേടുകൾ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവരും ഒരേപോലെ ആവില്ല ചികിത്സിക്കുക. അങ്ങനെ തന്നെ ഡോക്ടർമാർ ഇയാളുടെ രോഗത്തിനനുസരിച്ചാവും ചികിത്സിക്കുക. അപ്പൊ ചിലവരോട് വളരെ കർക്കശമായിട്ടാവും ചിലവരോട് അവരുടെ ശിക്ഷണം നടത്തുക, ചിലവരോട് വളരെ സ്നേഹത്തോടാവും ശിക്ഷണം നടത്തുക. അപ്പോൾ ഷെയ്ഖ് ഒരു മുരീദിനോട് ചെയ്യുന്ന അവരുടെ തെർബിയത്തില് ആര് വിമർശിക്കാൻ പാടില്ല, ഈ മുരീദ് വിമർശിക്കാൻ പാടില്ല. തൻ്റെത് മാത്രമല്ല, തന്റെ സാന്നിധ്യത്തിൽ മറ്റൊരു മുരീദിനെ, അല്ലെ തന്റെ കൂടെ വന്ന ഒരാളെ, അല്ലെങ്കിൽ മറ്റൊരു മുരീദിനെ ഷെയ്ഖ് തെർബിയത്ത് ചെയ്യുമ്പോൾ അവരുടെ കൂടെയുള്ള ഷെയ്ഖിന്റെ മറ്റൊരു മുരീദ് ഷെയ്ഖിനെ വിമർശിക്കുകയാണ്. മൂപ്പരോട് ഷെയ്ഖ ചെയ്ത് ശരിയല്ല, ആ ഒരു പാവം മനുഷ്യനല്ലേ, അദ്ദേഹത്തോട് ഷെയ്ഖ് അത്ര ഗൗരവപ്പെട്ടത് ശരിയായില്ല, അദ്ദേഹത്തോട് മൂപ്പര് പെരുമാറിയ പെരുമാറ്റം ശരിയായില്ല എന്ന് വിമർശിക്കുക. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ആരും നാവുകൊണ്ട് പറയില്ല, അത് ഹൃദയത്തിലാണ് വിമർശനം വരുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിമർശിക്കാൻ ഹൃദയത്തിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി വരെ, ഷെയ്ഖിനോടൊരു വിമർശനാത്മകമായുള്ള ചിന്താഗതി ഷെയ്ഖിനോട് ഈ മുരീദിന് ഉണ്ടാവാൻ പാടില്ല. മുരീദുമാരെ തെർബിയത്ത് ചെയ്യുന്ന വിധത്തിൽ ഷെയ്ഖിനെ വിമർശിക്കാതിരിക്കുക, അത് മാനസികമാണ്. നാവുകൊണ്ടായ പിന്നെ പറയും വേണ്ട, മനസ്സിലാവുണ്ടാവും. അപ്പൊ അതാണ് രണ്ടാമതായി എന്ത് ചെയ്തിട്ടുള്ളത് മഹാനവറുകൾ പറയുന്നത്. അതില് ഈ കിതാബിൽ എന്നെ ബഹുമാനപ്പെട്ടവര് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിധമായ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചതിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല പറയാണ്, ഷെയ്ഖുമാരോടുള്ള വിമർശനത്തിന്റെ കവാടം ഒരാൾ തുറക്കുകയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അഹ്വാലുകളൊക്കെ നിരൂപിക്കുകയും വിലയിരുത്തുകയും ചെയ്യാൻ തുടങ്ങിയാൽ ഈ മുരീദ് നന്മയിൽ നിന്ന് തടയപ്പെടുകയും അവന്റെ ആഖിബത്ത് ചീത്തയാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന്റെ അലാമത്താണ്, മനസ്സിലാവും. അലാമത്തു ഷഖീ, പരാജയയുടെ അടയാളമാണത്. ഈ മുരീദിന്റെ ആഖിബത്ത്, അന്ത്യഗുണം ചീത്തയാവാൻ സാധ്യതയുണ്ട് ഈ മുരീദിന്റെ. അതിന്റെ അടയാളാണ് എന്ത്, ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടല്. മനസ്സിലാവുണ്ട? അതായത് ഷെയ്ഖുമാരോടുള്ള വിമർശനത്തിന്റെ കവാടം തുറക്കപ്പെടുക, കവാടം തുറന്നു വെക്കുക. എന്ത് കണ്ടാലും എന്തെങ്കിലും ഒരു വിമർശനം ഇയാൾക്ക് ഉണ്ടാവും. മനസ്സിലാവും? അത് ചെയ്ത് ശരിയായില്ല, നമ്മളോടൊന്നും ചോദിക്കാതെ അപ്പൊ ഷെയ്ഖ് പലയിടത്തും പോണത്, നമ്മളോടൊന്നും പറയില്ല, സ്വകാര്യമായിട്ടാണ് കാര്യം, മൂപ്പർക്ക് ഇഷ്ടമാതിരി ചെയ്യാൻ നമ്മളോട് മുഷാവറ എന്ന് ആലോചിച്ച് നോക്ക്. മശൈഖന്മാരെ സംബന്ധിച്ച് നമ്മളോട് മുഷാവറ ചെയ്യാതെയാണ് ഷെയ്ഖ് ഇന്ന കാര്യം ചെയ്തത്. കൂടിയാലോചന ഉണ്ടായാലും മൂപ്പർക്ക് തോന്നിയ മാതിരി ചെയ്യാണ്. മൂപ്പർക്ക് ചിലപ്പോൾ ഒരു ഹാലെടുക്കും, ആ മൂപ്പര് ആരോടും പറയാതാണ്ട് പോവും. ഓരോ ഭാഗത്ത് ഓരോ ഷെയ്ഖന്മാരെ സിയാർത്ത് ചെയ്യാൻ നമ്മളൊന്ന് വിളിച്ചുകൂടെ ഇരുന്ന മൂപ്പര് ഏതായാലും സിയാർത്ത് ചെയ്യാൻ പോവല്ലേ, നമ്മൾ പാപികളും ദോഷികളല്ലേ, നമ്മളെ കൂടെ ഇരുന്ന നമ്മളോട് എന്തൊരു പറഞ്ഞില്ല. പണ്ടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പൊ അതില്ല. പണ്ടൊക്കെ വിളിച്ചിരുന്നു പോയിരുന്നു, ഇപ്പൊ ഇല്ല. ഞാൻ പറയണത് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ല, ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ
വളരെ ശ്രദ്ധിക്കണം. ഇബിലീസ് ഇവിടെ ഒക്കെ കൊണ്ടുവരും. ഇബിലീസ് എങ്ങനെയും ഇതിന് നല്ല ബോംബേറ്റ് വരും. ഷെയ്ഖിനെ എങ്ങനെയും വിമർശിക്കുന്ന കവാടം തുറക്കും. കാരണം ഇവന്റെ ആത്മത്തിൽ നഷ്ടം. ഇവർക്ക് തോന്നുന്നു ഇപ്പൊ വലിയ സംഭവമാണ് എന്ന്. ഇവന്റെ ചിന്ത വലിയ സംഭവമാണ്. ഒന്ന് ആലോചിച്ചു നോക്കി. ഷെയ്ഖ് എന്റെ ഉമ്മാനെ കാണാൻ വന്നില്ല, ഞാൻ കല്യാണം വിളിച്ചപ്പോ വന്നില്ല. ഒന്ന് ആലോചിച്ചു. ലക്ഷക്കണക്കിന് അല്ല 10,000 മുരീദന്മാരുള്ള ഒരു ഷെയ്ഖ്, അദ്ദേഹം മുരീദന്മാരുടെ തെർബ്യത്തിലാ മുഴുകി. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, അവർ അള്ളാഹിലും മുഴുകി നടക്കുന്നവരും മുരീദന്മാരുടെ കാര്യത്തിലുള്ള അതിലിങ്ങനെ അതിങ്ങനെ ആ പ്രവർത്തനം കൂടി വരുമ്പോൾ ചില സന്ദർഭത്തിൽ ആദ്യത്തെ പോലെ പറ്റില്ല എന്ന് വരും. അതിങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് പറ്റില്ല എന്ന് വരും. എപ്പോഴും ഒരേപോലെ ആവൂല. അതൊന്നും മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണത്? അദ്ദേഹത്തിന് അതബന്നെ അറിയില്ല. മനസ്സിലാവുന്ന അതൊക്കെ വലിയ വലിയ നഷ്ടം, വലിയതായിട്ടുള്ള ഒരു നഷ്ടം ഇവൻ എന്ത് ചെയ്യേണ്ടി വരും? താങ്ങേണ്ടി വരും. ചെറുതൊന്നുമല്ല, അതൊന്നും താങ്ങാൻ സാധിക്കും. ആ വിധത്തിലേക്ക് പോകും. അതിന് ആഖിബത്ത് വരെ നഷ്ടപ്പെട്ടു പോകുന്ന ആരിഫ്യങ്ങളെ സംബന്ധിച്ച്, ഷെയ്ഖുമാരെ സംബന്ധിച്ച് അങ്ങനെ വിമർശിക്കാൻ നടന്നു. സ്വന്തം ഷെയ്ഖിനെ സംബന്ധിച്ച് അങ്ങനെ വിമർശിക്കുന്നവരുണ്ടോ ഇല്ലേ അത് വേറെ. പക്ഷെ ഇങ്ങനെ പാടില്ല എന്ന് മഹാന്മാര് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പണ്ട് കാലം മുതലേ ഇങ്ങനത്തോരുണ്ടാവും എന്നല്ല അതിന്റെ അർത്ഥം. മശേഖന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളില് ഓരോ കാര്യങ്ങൾ ഉള്ളിൽ ഇങ്ങനെ തോന്നുക. നമ്മളോട് ചോദിച്ചോളാം, നമ്മളോട് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു, ഇത്രയധികം മുരീദന്മാരെ ഓരോരുത്തരെടുത്തും സന്ദർശിക്കാനും. പണ്ട് കാലത്ത് മുതൽമാര് 1 മുരീദ് 2 മുരീദ് 20 മുരീദ് 25 മുരീദ് ഒന്നല്ലല്ലോ. നിസാമുദ്ദീൻ അവരുടെ കാലം മുതൽ തന്നെ ഇതിന് വ്യാപകത്വം വന്ന്. ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വ്യാപകത്വം, അതിലും കൂടുതലായിട്ട് നിസാമുദ്ദീൻ അവരുടെ കാലഘട്ടത്തിൽ വ്യാപകത്വം വന്ന് അത്രയധികം ആളുകളെ ഈ സിൽസിലയിലേക്ക് പ്രവേശിപ്പിക്കാൻ തുടങ്ങി. ഇത്രയധികം മുരീദന്മാരോട് എല്ലാ നിലക്കും എല്ലാരും ഇവര് വിചാരിക്കുന്നത് പോലെ, മുരീദ് വിചാരിക്കുന്നത് പോലെ ഷെയ്ഖ് ഓരോ മക്കളെ കല്യാണത്തിനും ഷെയ്ഖ് അവരുടെ ഇങ്ങനെ കാര്യത്തിനൊക്കെ പോവാൻ നിന്ന ഷെയ്ഖിനെ അവരുടെ ഷെയ്ഖ് ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചുവോ അത് നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇതൊന്നും നമ്മളിൽ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം പിശാച് കൊണ്ടുവരും. ഇതിപ്പോ ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ പലതും ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. ഓരോരുത്തർ എങ്ങനെ പറ്റിക്കത് ഇബിലീസിന് അറിയാം. ഇബിലീസ് ആ വിധത്തിലുള്ള ബോംബായിട്ടാണ് ഓരോരുത്തർക്ക് വരിക. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത തോന്നും. അങ്ങനെ പിന്നെ അതിൽ നിന്ന് പിന്നെ അള്ളാഹു തആല എന്ത് ചെയ്യും? ഇയാളാണ് പിടിച്ചിങ്ങാണ്ടി ഷെയ്ഖിനെ മാറ്റി. കാരണം ഷെയ്ഖ് അള്ളാഹിന്റെ മെഹബൂബാണ്, അള്ളാഹിന്റെ വലിയാണ്. ഇദ്ദേഹത്തെ വിമർശിച്ചാൽ മന ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന് പറഞ്ഞു. എന്റെ വലിയനെ എന്റെ വലിയനോട് ആരെങ്കിലും ന്യായം പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ വലിയനോട് ആരെങ്കിലും പകവെച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളട്ടെ എന്ന് ഖുദ്സിയ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞു. ആ പടച്ചോണ്ട് മാറ്റും, നല്ല ക്വാളിറ്റിയായിട്ട് മാറ്റുകയാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മളെ പോലെയാണ് ഈ മശൈഖുമാർ, ആരിഫീങ്ങളെ ഹാല് നമ്മക്കറിയില്ല. അവരുടെ ഷെയ്ഖുമാര് അവരെ എന്താക്കി മാറ്റി നമ്മക്കറിയാം. നമ്മളാ പഴയ കണ്ണു വെച്ചിങ്ങനെ നോക്കുകയാണ്. അവരുടെ ഷെയ്ഖിന്റെ കൽബും റൂഹും സിറും അവരുടെ ഷെയ്ഖ് അവരുടെ കൽബിനെ റൂഹിനെ സിറിനെ ഏത് അവസ്ഥയിലേക്കാക്കി മാറ്റി അവർ ഹക്കിൽ നിലകൊള്ളുന്നു പറഞ്ഞു. നമ്മളെ പോലെ അല്ല. നമ്മളമായ ചിന്ത കൊണ്ട് അവരെ ചിന്തിക്കരുത്. എത്രയോ അൻവാറുകള് അവരിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അതിനൊക്കെ താങ്ങിക്കൊണ്ടും അതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരുതുമാരെ അവർ തെർബിയത്ത്. അതിൻ്റെതായത് കാര്യം നമ്മൾ മനസ്സിലാക്കും. ഏതായാലും ശരി, അതാണ് ഹൈതമി മഹാനവറുകള്. എന്നിട്ട് എന്ത് ചെയ്യാണ് മഹാനവറുകൾ അവിടെ പറയാണ്? എന്ത്? ആര്? ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഷെയ്ഖിനോട് എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദ്യം ചെയ്യുന്നയാൾ വിജയിക്കുകയില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ്. തന്റെ ഷെയ്ഖിനോട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്, ഷെയ്ഖ് അവറുകളെ തങ്ങൾ അത് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചയാൾ പിന്നെ അയാൾ ഒരിക്കലും വിജയിക്കുകയില്ല. എത്ര വലിയ അഥബ! തോന്നിയ പോലെ ചിന്തിക്കാൻ തന്നെ പാടില്ല. കുറെ ചിന്തിക്കുമ്പോഴാണ് ഉള്ളിൽ നിന്ന് ഈ വിഷം വായിൽ കൂടിന്റെ പേരല് കാബഡി ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ആ വഴിയിൽ ഇവൻ കപടനാണ്. അത് ഷെയ്ഖിനോട് പൂർണ്ണ വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ നിരൂപിക്കാനും വിമർശിക്കാനും. ഇത് അള്ളാഹിന്റെ ഒരു വലിയാണെന്നും ഇത് അള്ളാഹുവിന്റെ ആരിഫാണ് എന്നും ഇദ്ദേഹം തന്റെ ഷെയ്ഖിനാൽ സംസ്കരിക്കപ്പെട്ട ആളാണ് എന്നും
ആദ്യം വിശ്വാസം വേണ്ട. അതിന് നമ്മളാണ് ഈ മുരീദാണ് എന്ത് ചെയ്യണത് മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ സംസ്കരണം എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണ്, ഇന്നതൊക്കെയുള്ള ഗുണങ്ങൾ ഷെയ്ഖിൽ ഉണ്ടായിരിക്കണം. ആര്? മുരീദ മനസ്സിലാക്കുക. എന്നാ പിന്നെ മൂപ്പരനാണ് ഷെയ്ഖായി. ഇങ്ങനെ അവസ്ഥയാകുമ്പോൾ പലപ്പോഴും മുരീദ് ഷെയ്ഖാവുകയും ഷെയ്ഖ് മുരീദാവുകയും ചെയ്യുക. കാരണം മുരീദാണ് ഷെയ്ഖിന്റെ തെറ്റ് തിരുത്താൻ നടക്കുന്നത്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇങ്ങനെ പിന്നെ ഓനെന്തിനാ ഇങ്ങോട്ട് വന്നു. മഹാന്മാര് പറഞ്ഞു ഷെയ്ഖിന്റെ കയ്യിൽ എങ്ങനെ ഇരിക്കണം. ഷെയ്ഖിന്റെ ഹലറത്തിൽ ഒരു മുരീദ്, ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിൽ ഒരു മയ്യത്ത് എങ്ങനെയാണോ നിലകൊള്ളുന്നത് അപ്രകാരമായിരിക്കണം ഷെയ്ഖിന്റെ കരങ്ങളിൽ മുരീദ് ഉണ്ടാവേണ്ടത്. ഒക്കെ മഹാന്മാർ പറയും ഇതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ മുരീദിന് ഔന്നിത്യത്തിൽ എത്താൻ പറ്റില്ല, അതുകൊണ്ടാണ്. മനസ്സിലാവുന്ന ഇതൊക്കെ തെർബിയത്തിലുള്ള ഷെയ്ഖിന്റെ ഇതാണ് പറയുന്നത്. അല്ലാതെ ബർക്കത്തിന് നിങ്ങൾ ഷെയ്ഖിനെ എടുക്കണവർക്ക് എത്രയോ ഷെയ്ഖന്മാരെ മാറി എന്ത് ചെയ്യുക, ബർക്കത്തിന് കൊണ്ടുപോകാം. മാത്രമല്ല അവരോട് ഇങ്ങനത്തെ അതബിന്റെ ഒന്നും ആവശ്യമില്ല. വിമർശനം വന്നിട്ടൊന്നും മനസ്സിൽ ഇങ്ങനെ വിമർശനം തോന്നിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അവർ ഔറാദിയല്ല. തെർബിയത്തിന്റെ ഷെയ്ഖിനെ പിടിക്കുന്നവർക്ക് ആ ഷെയ്ഖിനോട് ഇങ്ങനെയുള്ള മനസ്സ് പോലും വളരെ ശുദ്ധമായിരിക്കും അവരോട്. എന്നാലേ എന്താണോ ഇത് ആന്തരികമായ ഫൈൽ വരുന്നതാണ്, ഇത് ഔറാദ് ചൊല്ലി വരുന്നതല്ല. ഷെയ്ഖിന്റെ തന്നെ തസറുഫ് കൊണ്ടും അവരുടെ നൂറ് കൊണ്ടും അവരുടെ ആന്തരികത്തിന്റെ മനക്കരുത്ത് കൊണ്ടാണ് ഈ മുരീദ് എന്ത് ചെയ്യണം, ഉയരുന്നത്. ആ ഉയരണമെങ്കിൽ ഷെയ്ഖിനോട് ആ വിധത്തിലുള്ള മനക്കരുത്ത് മുരീദിനുണ്ടാവും. മനസ്സിലാവുന്നുണ്ടാവും. മഹാനവറുകൾ പറയാണെന്നിട്ട് ഷെയ്ഖിനോടുള്ള ബന്ധം വിച്ഛേദിക്കുവാനും അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുവാനുമായിരിക്കും ഇബിലീസ് മുരീദിന്റെ മനസ്സിൽ സംശയങ്ങൾ ഇട്ടുകൊടുക്കുക. ഗുരുവിന്റെ ഇത് ഈ ഹഖായിഖുമാനി തസൗഫ് എന്ന കിതാബിലുള്ളതാണ് പറയുന്നത്. ഗുരുവിന്റെ ഏതെങ്കിലും പ്രവൃത്തിയിലോ നടപടിയിലോ നിയമാനുസൃതമായ വല്ല സംശയവും ഉണ്ടായാൽ തന്നെ അദ്ദേഹത്തെ പറ്റി നന്മയെ വിചാരിക്കാവൂ. ഇസ്ലാമിൽ അതിന് ന്യായുക്തമായ വ്യാഖ്യാനം ഉണ്ടാകുമെന്നും ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പ്രവൃത്തിക്ക് പഴുതുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതിനും കഴിയുന്നില്ല എന്നാണെങ്കിൽ ബഹുമാനവും മര്യാദയും ഒക്കെ യഥാവിധി പാലിച്ചുകൊണ്ട് അദ്ദേഹത്തോട് വിശദീകരണം തേടണം. അങ്ങനെ ഒന്നിട്ടും ആവണില്ല, കുറെ കാലം കാത്തിരുന്നിട്ടും ആവണില്ല, അവരോട് അതോട് കൂടി വിശദീകരണം തേടാം. ചോദിക്കല്ല, നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെ കാണുന്നു, അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നു മനസ്സിൽ, അതുകൊണ്ട് ശൈഖ് അവറുകളെ അതിനൊരു വിശദീകരണം എനിക്ക് ലഭിച്ചാൽ നന്നാകുമായിരുന്നു, അങ്ങനെയൊക്കെ അതോട് കൂടിയിട്ടാണ് ചോദിക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം ഒരു പറഞ്ഞു തരും. കാരണം നമ്മൾ ഈ ചെറിയ ഇൽമ് വെച്ചിട്ട്, ചെറിയ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ഈ ഇൽമിന്റെ ബഹറായ മാരിഫത്തിന്റെ സമുദ്രമായ ഈ മഹാന്മാരോട് നമ്മൾ എന്ത് ഓരോന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ ചോദിച്ചാൽ ശരിയായ ഉത്തരവ് മനസ്സിലാവുന്ന അങ്ങനെയാണ്. വീണ്ടും മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, ശൈഖുമാരിൽ നിന്ന് മേൽ കാണിച്ച വിധം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യായയുക്ത, അതായത് തനിക്ക് യോജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, അങ്ങനെയാണോ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, ചിലതൊക്കെ യോജിക്കാൻ, ചിലതൊന്നും എനിക്ക് അദ്ദേഹത്തോട് യോജിക്കാൻ പറ്റുന്നില്ല, ഇബ്ലീസാണ് കൊടുത്തിരുന്നത്. അങ്ങനെയുള്ള ഈ വിഷയങ്ങൾ മേൽക്ക് പറഞ്ഞ വിധം ഉണ്ടായാൽ, അങ്ങനെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യായയുക്ത വ്യാഖ്യാനം അതിനുണ്ടാകുമെന്ന് സമാശ്വസിക്കണം. അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക. ആ വിഷയം അള്ളാഹുവിൽ ഏൽപ്പിക്കുക, നമ്മൾ അതിലേക്കൊന്നും ചിന്തിക്കണ്ട. അങ്ങനത്തെ പ്രവർത്തനങ്ങളിലേക്ക് പരമാവധി ശ്രമിച്ച് തന്റെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധയൂന്നുകയും മനസ്സിനെ സംസ്കരിക്കുന്നതിൽ ഭദ്രശ്രദ്ധനാവുകയും ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിന് അതിന്റെ യാഥാർത്ഥ്യം കാണിച്ചു. അങ്ങനെ ആശ്വസിച്ചിട്ട് സമാശ്വസിച്ചു പോയ ഇത് ഉദ്ദേശിക്കുന്നത് പൊതുവെയുള്ള പ്രവർത്തനങ്ങളിലുള്ള ചില കാര്യങ്ങളാണ്. എന്നാൽ വ്യക്തമായിട്ട് താൻ കാണുന്ന വൻദോഷങ്ങള് ഷെയ്ഖ് എന്ന് പറയുന്ന ആളുകൾ നിരന്തരമായി കാണാണ്, വൻദോഷങ്ങൾ വ്യക്തമായി കാണാണ്, അല്ലെങ്കിൽ തന്നെ ഈ വൻ പാപത്തിലേക്ക് ഇയാൾ എന്താണ് കൊണ്ടുപോവുകയാണ്, അത് ശരിക്കും കാണാണ്, കണ്ണുകൊണ്ട് കാണാണ് എങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം.
കാരണം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മഹാന്മാർ കശ്ഫ് കറാമത്ത് വ്യക്തമായിട്ട് പല വിഷയത്തിലും ഔന്നിത്യങ്ങളുള്ള ആ വിധത്തിലുള്ള മഹാന്മാര് ആ വിധത്തിലുള്ള കശ്ഫുകളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും ഇന്നത്തെ ആളുകളിൽ കാണാത്തത് കാരണത്താൽ ഇന്ന് അങ്ങനത്തെ വ്യക്തമായ കാര്യങ്ങൾ കാണുമ്പോൾ എന്തു ചെയ്യണം? പതുക്കെ അവിടുന്ന് എന്ത് ചെയ്യണം? മാറണം. അദ്ദേഹത്തെ ആവശ്യത്തിൽ പിൻപറ്റാൻ പാടില്ല. കാരണം ഇന്ന് മുൻഗാമികളായ മഹാന്മാരിൽ ഉണ്ടായിരുന്നതായ ആ വിധത്തിലുള്ള ഉന്നതമായിട്ടുള്ള മനക്കരുത്തുകളും ഉന്നതമായിട്ടുള്ള ആ അപ്പുറം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അവസ്ഥകളും അതായത് ചില ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ആ വിധത്തിലുള്ള കാര്യങ്ങളും ഈ ഉള്ള ആളിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരിലും കാണാൻ സാധ്യത. ഇനി അങ്ങനെ ചില ശേഖന്മാരിൽ ഈ കാലഘട്ടത്തിലുള്ളവരുണ്ട്, നമുക്ക് അനുഭവമുണ്ട്. അപ്പുറം കണ്ടും കണ്ട് അത് നമുക്ക് അത് അറിയാൻ പറ്റിയ ആളെ പല വിധത്തിലും ഇദ്ദേഹത്തിന് അറിയാൻ പറ്റും. നമുക്കപ്പോ പല വിധത്തിലും ഇത് മാത്രല്ല, ഹറാമ് മാത്രല്ല, ഹലാലായ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നിടത്ത് അപ്പുറമുള്ള കാര്യം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞതും പിന്നീട് അത് പുലരുന്നതും അതൊക്കെ നിരന്തരമായിട്ട് മുരീദുമാരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. മുരീദുമാരിൽ ഈ ശൈഖ് ശിക്ഷണം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ പിന്നീട് അതിന്റെ ഗുണം കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം അപ്പുറം കാണുന്ന ആളാണെന്ന് മനസ്സിലായി. അങ്ങനത്തെവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ പലവരുടെ അനുഭവത്തിലൂടെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെയുള്ള അത് നിങ്ങൾക്ക് അതോട് എന്ത് ചെയ്യാം? ആ വിഷയത്തിലും എന്ത് ചെയ്യാൻ പറ്റും? നിലനിർത്താൻ പറ്റും. അതേ സ്ഥാനത്ത് ഇന്നത്തെ കാലഘട്ടത്തില് ഇഷ്ടം പോലെ കള്ളനാണയങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത്. എല്ലാവരെയും പോയിട്ട് പിടിച്ചും കണ്ട് ഇതേപോലെ അയാൾ ചെയ്യുന്നതൊക്കെ അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് അത് ശൈഖ് എന്നോട് ഇങ്ങനെയാണ് അതവ് കാണിക്കേണ്ടത് എന്ന് അവരോട് കാണിച്ചു കഴിഞ്ഞാൽ നീയും നിന്റെ കുടുംബവും പിഴച്ചു പോകും. മനസ്സിലാവുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശരീഅത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠത ഉള്ള ആളുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിൻപറ്റി പോകേണ്ടത്. ശരീഅത്തിൽ കൃത്യനിഷ്ഠമുള്ള ശൈഖിനാണ് ഇന്ന് നമ്മൾ പിൻപറ്റേണ്ടത്. മനസ്സിലായി? പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതൊക്കെ പിന്നീടാണ് അറിയുള്ളൂ. അതാണ് പറയുന്നത്. അദ്ദേഹത്തെ മുൻകാലത്തിൽ അങ്ങനല്ല. മുൻകാലങ്ങളിലൊക്കെ ശേഖന്മാരുടെ കറാമത്തുകളും ഇതേപോലുള്ള അവസ്ഥകളൊക്കെ എല്ലാവർക്കും വ്യക്തമാണ്. മാത്രമല്ല അവർ ശരീഅത്തിലാണെങ്കിൽ ആ വിധ കൃത്യനിഷ്ഠതയിൽ പോണ ആളുകളുമാണ്. അതാ രസം. ഇന്ന് പല ആളുകളും എന്താണ്, അവർക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം മുത്തുനബിയുടെ ഊരാടയാളം അവരിൽ കാണൂല, ശരീഅത്തിന് ഊരാടയാളം അവരിൽ കാണൂല. മനസ്സിലാവുണ്ട്? ആ വിധത്തിൽ നടക്കുന്ന കഞ്ചാവ് അടിച്ചു നടക്കുന്ന ശൈഖന്മാർ വരെയുണ്ട്. ആ ശൈഖന്മാരല്ല, ശൈഖിന്റെ പേരിൽ അറിയപ്പെടും. അപ്പൊ ഈ കാലഘട്ടത്തിൽ വളരെ ഈ കാലഘട്ടത്തിൽ നമ്മള് ശരീഅത്തിന് വളരെ കർശനതയോടുകൂടി പോകുന്ന ആളുകളുമായിട്ടായിരിക്കും നമ്മൾ ബൈഅത്ത് ചെയ്യേണ്ടതും ഒരു തെർബിയത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ആളുമായിട്ട് മുന്നേറുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വെച്ചനുസരിച്ചത് അതിനെതിരായിക്കൊണ്ടുള്ള പല വിഷയങ്ങളും അവരിൽ നിന്ന് വരുമ്പോൾ വൻദോഷമല്ല പറയുന്നത്. അല്ലാതെ തന്നെ സ്വഭാവത്തിന്റെ കാര്യത്തിലും മുജീദുമാരുടെ ശിക്ഷണത്തിന്റെ കാര്യത്തിലും ശിക്ഷണങ്ങളുടെ കാര്യത്തിലും പല വിഷയത്തിലുള്ള തീരുമാനങ്ങളുടെ കാര്യത്തിലും താൻ ഉദ്ദേശിച്ചതുമായ ചിലപ്പോൾ ഷെയ്ഖിൽ നിന്ന് വരില്ല. ആ വിഷയത്തിൽ മുരീദിന് വിമർശനം വരാൻ സാധ്യത. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനത്തെ കാര്യത്തിൽ മുരീദിന് വിമർശനം വരുമ്പോൾ അങ്ങനത്തെ കാര്യത്തൊക്കെ വിമർശിക്കാനും ഇവർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്താ പറയാ നിരൂപിക്കാനും നിന്നാൽ ഇവർക്ക് മുന്നേറാൻ പറ്റില്ല. അതാണ് മഹാനവർ പറയുന്നത്. അല്ലാതെ ഇനി പഴയ കിതാബ് വെച്ചും കണ്ടുള്ള ആ ഒരു വ്യാഖ്യാനാണെന്ന് മനസ്സിലാക്കുന്നത്. അതിനാണ് ഇത് പറഞ്ഞു തരാൻ കാരണം ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളെക്കാൾ കൂടുതൽ അതായത് വളരെ റയറായിട്ട് 90% എന്ന് പറഞ്ഞ വിധത്തിൽ ഇങ്ങനെയുള്ള ഉന്നതന്മാരായ ആളുകൾ ഇന്നില്ല. ഇന്ന് 100% മഹാന്മാര് മാത്രമേ അങ്ങനെയുള്ള അതിലൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ അങ്ങനത്തെ മഹാന്മാർ. മനസ്സിലായോ? മഹാനായ നൂറുൽ മശായിഖിനെ പോലെ, ആരിഫുദ്ദീൻ ജീലാനി തങ്ങളെ പോലെ, നമ്മുടെ മശായിഖന്മാരെ പോലെ പലരും പല അനുഭവങ്ങളുണ്ട്. നമ്മൾ ഇബ്രാഹിം നൂരി ഷെയ്ഖുനാനെ പോലെ, ബിലാലി ഷാ നൂരി ഷെയ്ഖുനാനെ സംബന്ധിച്ച് പല അനുഭവങ്ങൾ കാണാൻ സാധിക്കും. ഇവരൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങൾ കുറെ അനുഭവങ്ങളാണ്. പക്ഷെ അതൊന്നും പലരിലും എല്ലാവരിലും ആ വിധത്തിലുള്ള ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. മശായിഖന്മാരിലെ മൊത്തത്തിൽ പറഞ്ഞ നമ്മളത് പറയാം. പല മഹാന്മാരിലും നമ്മുടെ മശായിഖന്മാരിൽ അങ്ങനത്തെ ഗുണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
പല കറാമത്തുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് അത് വിചാരിച്ചിട്ട് അവരെ പോലെ ഇന്നാണെങ്കിലോ ശരീഅത്ത് പോലും ഇല്ലാത്ത ഇഷ്ടംപോലെ ശൈഖന്മാരെ കാണാൻ സാധിക്കുന്നു. അപ്പൊ എല്ലാവരോടും ഇവരൊക്കെ ഇതേപോലെയാണെന്ന് മനസ്സിലാക്കി കണ്ട് ഒന്നാകെ നിൽക്കണം എന്നല്ല പറയുന്നത്. അത് തെറ്റിദ്ധരിച്ചിട്ട് കള്ള ശൈഖന്മാരോട് ഇങ്ങനത്തെ ചെയ്യേണ്ട, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയാൻ കാരണം മനസ്സിലാവുന്നതാണ്. ശരി, ഓക്കെ. മൂന്നാമതായിട്ട് മഹാനവറുകൾ പറയുന്നത് എന്താണ്? തന്റെ ഷെയ്ഖ് പാപ സുരക്ഷിതനാണ്, മഅസൂമാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് ഷിയാക്കളെ വിശ്വാസമാണ്, സുന്നികളാണ് വിശ്വസിക്കുന്നത്. തന്റെ ഷെയ്ഖ് പാപ സുരക്ഷിതനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. എത്രയോ വലിയ പൂർണ്ണമായ അവസ്ഥ പ്രാപിച്ച ആളാണെങ്കിലും പാപങ്ങളിൽ നിന്ന് സുരക്ഷയുള്ളവനല്ല ഷെയ്ഖ്. അപൂർവമായ അദ്ദേഹത്തിന് ചില്ലറ പാളിച്ചകളോ കൊച്ചു വ്യതിയാനങ്ങളോ വന്നേക്കാം. പക്ഷേ ആ അവസ്ഥയിൽ അയാൾ സ്ഥിരമായി നിലകൊള്ളില്ല. അദ്ദേഹത്തിന്റെ മനക്കരുത്ത് അള്ളാഹു അല്ലാത്തതിനോട് ബന്ധിക്കുന്നതുമല്ല, മറിച്ച് ഷെയ്ഖ് മഅസൂമാണെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് അതിനോട് നിരക്കാത്തത് മുരീദിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്താൽ സംശയത്തിലും അസ്വസ്ഥതയിലും ഇയാൾ അകപ്പെടുകയും അയാൾ അങ്ങനെ വ്യതിചലിച്ചു പോവുകയും ചെയ്യും. അതാണ് പറയാൻ കാരണം. അങ്ങനെയുള്ള വിശ്വാസം പാടില്ല. മനസ്സിലാവുന്നതാ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് എപ്പോഴും തെറ്റുന്ന ആളാണെന്നല്ല. മശായിഖന്മാര് തഖ്വയിൽ ജീവിക്കുന്നവർ തന്നെയാണ്. ഇനി മനുഷ്യ സഹജമായിട്ട് ഒരു ഷെയ്ഖിൽ നിന്ന് വല്ലതും ചില്ലറ വ്യതിയാനം വരുമ്പോഴത്തിന് അദ്ദേഹം മോശക്കാരനാണ്, അദ്ദേഹം ഷെയ്ഖിന് യോഗ്യനല്ല, അതിന് പോണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നത്? നാലാമതായി മഹാനവറുകൾ പറഞ്ഞ് ചുരുക്കി പറയാം, നമ്മുടെ സമയം കഴിയുന്നുണ്ട്. തന്റെ ഷെയ്ഖിന്റെ പൂർണ്ണതയും മാർഗദർശനത്തിനും സംസ്കരണത്തിനും അദ്ദേഹത്തിന് സമ്പൂർണ്ണ യോഗ്യതയുണ്ടെന്നും മുരീദ് വിശ്വസിച്ചിരിക്കേണ്ടതാണ്. മനസ്സിലാവുണ്ട? തന്റെ ഷെയ്ഖിന് തന്റെ മാർഗദർശനത്തിനും സംസ്കരണത്തിനും ഉള്ള പൂർണ്ണത തന്റെ ഷെയ്ഖിനുണ്ട്, അതിനുള്ള എല്ലാവിധമായ യോഗ്യതയും തന്റെ ഷെയ്ഖിനുണ്ട് എന്ന് ഇദ്ദേഹം വിശ്വസിച്ചിരിക്കണം. അഞ്ചാമത്തേതായിട്ട് പറയുന്ന നിബന്ധന, തന്റെ ഷെയ്ഖിനോടുള്ള സഹവാസത്തിൽ മുരീദ് സത്യസന്ധനും മുഖ്ലിസുമായിരിക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തെ അന്വേഷിക്കുന്നതിൽ അവൻ ജാഗ്രതയുള്ളവരും സങ്കുചിത ലക്ഷ്യങ്ങളിലും നിക്ഷിപ്ത താല്പര്യങ്ങളിലും നിന്ന് വിശുദ്ധനായി തീരുകയും ചെയ്യും. ഓക്കെ. ആറാമത്തത് പറയുന്നത് ഷെയ്ഖിനെ ബഹുമാനിക്കലും സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ആദരം കാത്തു സൂക്ഷിക്കലും ചെയ്യേണ്ടതാണ്. ഷെയ്ഖിനോട് ആദരവ് ഉണ്ടാവണം, സാന്നിധ്യത്തിലായാലും ശരി അസാന്നിധ്യത്തിലായാലും ശരി. ഷെയ്ഖന്മാരോട് എന്ത് ചെയ്യണം? നല്ല ബഹുമാനം ഉണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം ബിൻ ഷൈബാൻ ഖർബീസീനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് മഹാനവർ കോട്ട് ചെയ്യുന്നുണ്ട്. മശായിഖന്മാരോടുള്ള ബഹുമാനം ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ വ്യാജമായ വാദഗതികൾ വഴി അവൻ പരീക്ഷിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെ അവൻ അപമാനിതനായി തീരുന്നതുമാണ്. മനസ്സിലാവുണ്ട? ബഹുമാനപ്പെട്ട ഹാമിദ് തിർമുദി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നു ഹാമിദ് തിർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാം. മഹാനവർ വിശദീകരിക്കുകയാണ്, അള്ളാഹു നിന്നെ ഒരു പദവിയിലേക്ക് എത്തിച്ചു തരികയും എന്നിട്ട് ആ പദവിയുടെ ആസ്വാദ്യത അനുഭവിക്കുവാനും അതിന്റെ ആളുകളെ ആദരിക്കാനുമുള്ള അവസരം നിനക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നീ വഞ്ചിതനും നിഗൂഢ പരീക്ഷണത്തിൽ വിധേയനുമാണെന്ന് ഗ്രഹിച്ചു കൊള്ളുക. മനസ്സിലാവുന്ന? നമ്മളെ ഈ വഴിയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ വഴിയിൽ ഉള്ള ആസ്വാദനം കിട്ടുന്നുണ്ട്, മശായിഖന്മാരുമായി ബന്ധം കിട്ടുന്നുണ്ട്. എന്നിട്ടും അവരൊന്ന് ബഹുമാനിക്കാനുള്ള ഒരു അവസ്ഥയും അവരെ ആദരിക്കാനുള്ള തൗഫീഖും കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ സൂക്ഷിച്ചു കൊള്ളുക എന്ന മഹാനവറുകൾ പറയുന്നത്. മനസ്സിലാവുണ്ട? എന്നിട്ട് മഹാനവറുകൾ പറയാണ്, മറ്റൊരിക്കൽ അദ്ദേഹം പറയാണ്, മശായിഖന്മാരുടെ കൽപ്പനയും അവരുടെ സംസ്കരണ മുറകളും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഒരു ഖുർആനും സുന്നത്തും കൊണ്ട് അവൻ സംസ്കാര സമ്പന്നനാവുകയില്ല. മനസ്സിലാവുണ്ട? ഇതൊക്കെയാണ് പറയുന്നത് മഹാന്മാർ. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സൂഫികളുടെ സ്ഥിതിഗതികളും ചരിത്രങ്ങളും നാം വിശദാന്വേഷണം നടത്തി നോക്കി. അവരെ അധിക്ഷേപിച്ച ഒരാളെയും നല്ല നിലക്ക് മരിച്ചു പോയതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, നമ്മുടെ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഏതെങ്കിലും വലിയന്റെ അഭിമാനം ഒരാൾ ഹനിച്ചാൽ ഹൃദയം മരവിപ്പിച്ച് അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതാണ്. മനസ്സിലായോ? ആകെ സൂക്ഷിക്കണം. ഇനി ഏഴാമത്തെ നിബന്ധന പറയുന്നത്, തന്റെ ഷെയ്ഖിനോട് മുരീദിന് മികച്ച സ്നേഹം ഉണ്ടായിരിക്കണം. എന്നാൽ മറ്റു മശായിഖന്മാരുടെ പദവി ഒട്ടും കുറച്ച് കാണരുതെന്ന നിബന്ധന കൂടി ഇവിടെയുണ്ട്.
തന്റെ ഷെയ്ഖിനോടുള്ള മഹബത്ത് കാണുന്ന മറ്റുള്ള ഷെയ്ഖന്മാരൊക്കെ പരിഗണിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കാതിരിക്കുക, അവരെ വില ഒക്കെ കുറച്ച് കാണുക, അത് അപകടത്തിലേക്ക് എത്തും. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അത് അതാണ് നമ്മളെ ഷെയ്ഖിനെ പുകഴ്ത്താൻ വേണ്ടി മറ്റുള്ള ഷെയ്ഖന്മാരൊക്കെ ആക്ഷേപിക്കുന്ന രീതി അത് പിഴവിലേക്ക് നയിക്കുന്നു. അത് അന്ത്യം മോശമാവുന്നതിന്റെ അടയാളമാണ്. മനസ്സിലാവുന്നുണ്ടോ? തന്റെ ഷെയ്ഖിനെ അതിരുവിട്ട് സ്നേഹിച്ച് മനുഷ്യത്വത്തിന്റെ പരിധിയിൽ നിന്ന് മേലോട്ട് ഉയർത്തുന്ന ദുഷിച്ച അവസ്ഥയിലേക്ക് തരം താഴാനും പാടില്ല. ഇനി മുരീദിന് സ്നേഹം വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? തന്റെ ഷെയ്ഖിന്റെ കൽപ്പനകളിലും നിരോധനകളിലും യോജിപ്പ് പ്രകടിപ്പിച്ചും അവരുടെ അഹ്വാലുകളും നടപടികളും വഴി അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടുമാണ് ഷെയ്ഖിനോട് മുരീദിന് സ്നേഹം വർദ്ധിക്കുന്നത്. അതായത് ഷെയ്ഖന്മാരിൽ നിന്നും അള്ളാഹുവിനുള്ള മാരിഫത്ത് ലഭിക്കുകയും അവർ തന്നെ തന്റെ ഷെയ്ഖിന്റെ അഹ്വാലുകളൊക്കെ ഇവരുടെ മുന്നിൽ വെളിപ്പെടുമ്പോഴാണ് ഷെയ്ഖിനോട് എന്താ സ്നേഹം വർദ്ധിക്കുന്ന പറയും. ഇനി 8ാമത്തെ നിബന്ധന, മറ്റൊരു ഷെയ്ഖിലേക്ക് കണ്ണുവെച്ചു കൊണ്ടിരിക്കാനും മുരീദിന് പാടില്ല. ഇതൊക്കെ ബാൽക്കി മുരീദിന്റെ നിബന്ധനകളാണ് പറയുന്നത്. 2 ഷെയ്ഖുമാർക്കിടയിൽപ്പെട്ട് ഹൃദയത്തിന് ചാഞ്ചല്യം വരാതിരിക്കാനാണിത്. ഒരേ സമയത്ത് 2 ഡോക്ടർമാരുടെ 2 വൈദ്യന്മാരുടെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗിയെ പോലെ ആയിരിക്കും അവൻ. പരിഭ്രമത്തിലും അനിശ്ചിതത്തിലും അകപ്പെട്ടു പോകും. അല്ലെ? 2 ഡോക്ടർമാർ, ഒരാളത് വേറെ ഇതേപോലെയാവും. അതാണ് തെർബിയത്തിന്റെ ഷെയ്ഖ്. ഒരാളെ തെർബിയത്തിന് പിടിക്കാൻ പാടുള്ളൂ, ശിക്ഷണം ഒരാളെ സ്വീകരിക്കാൻ പാടുള്ളൂ. ഷെയ്ഖന്മാർ എത്ര നിങ്ങൾ ബർക്കത്തിന് ബയ്യത്ത് ചെയ്താലും തെർബിയത്തിനായിട്ട് ഒരു ഷെയ്ഖിനെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഒരേ സമയത്ത് ഒരു തെർബിയത്തെ പാടുള്ളൂ. എന്നാലേ നിനക്ക് സുഖമായി വഴിയിൽ പോകാൻ പറ്റും. ഇനി മറ്റു കുറച്ച് കാര്യങ്ങളും പറഞ്ഞാണ് നിർത്താം. അതേതാണ്? ഇതുവരെ ബാഹ്യമായി ഉണ്ടായേക്കാവുന്ന മര്യാദകളാണ്. ഇനി ബാത്തിനിയായിട്ട് ആന്തരികമായി ഉണ്ടാവേണ്ട മര്യാദകളെ സംബന്ധിച്ച്, അദബുകളെ സംബന്ധിച്ച് മഹാനവറുകൾ പറയുന്നത് നോക്കാം. ഒന്നാമതായിട്ട് വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ രോഗി ഡോക്ടറോട് യോജിക്കുന്നത് പോലെ കൽപ്പനകളിലും നിരോധനകളിലുമൊക്കെ ഷെയ്ഖുമായി യോജിക്കുക എന്നതാണ്. രണ്ടാമത്തത് എന്താണ്? അദ്ദേഹത്തിന്റെ സദസ്സിൽ അച്ചടക്കവും ഗാംഭീര്യവും മുറുകെ പിടിക്കണം. ചാരിയിരിക്കുക, ഓട്ടവായിടുക, ഉറങ്ങുക, അകാരണമായി ചിരിക്കുക, ഒരു കാരണമില്ലാതെ അങ്ങനെ ചിരിക്കുക, അദ്ദേഹത്തോട് ശബ്ദമുയർത്തുക, സമ്മതമില്ലാതെ അദ്ദേഹത്തോട് സംസാരിക്കുക തുടങ്ങിയവൊന്നും ഷെയ്ഖിന്റെ സദസ്സിൽ വെച്ച് ചെയ്യാൻ പാടില്ല. കാരണം ഇവയൊക്കെ അദ്ദേഹത്തെ അവഗണിക്കലും അനാദരിക്കലുമാകുന്നു. മര്യാദയും ബഹുമാനവും ഇല്ലാതെ ഷെയ്ഖുമാരോട് സമ്പർക്കം പുലർത്തുന്നത് അവരുടെ സഹായവും അവരുടെ തിരുനോട്ടത്തിന്റെ ഫലങ്ങളും അവരുടെ ഉന്നതമായ വിശേഷങ്ങളിൽ കൊണ്ട് തനിക്കുണ്ടാവേണ്ട ഔഷധ്യങ്ങളും തടയപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരുന്നതാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. മനസ്സിലാവുന്നത്. മൂന്നാമത്തത് എന്താണ്? മര്യാദ, ആന്തരികമായ മര്യാദ. സൗകര്യപ്പെടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ പരിശ്രമിക്കണം. സേവനം ചെയ്യുന്നവന് സേവനം ലഭിക്കുമെന്നാണ് ആപ്തവാക്യം. മൻ ഖദിമ ഖുദിമ. ആര് സേവനം ചെയ്തോ അവൻ സേവനം ചെയ്യപ്പെടും. നാലാമത്തെ, അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ എപ്പോഴും സന്നിഹിതനാവണം. വിദൂര ദിക്കിലാണെങ്കിലും കഴിവനുസരിച്ച് ആവർത്തിച്ച് സന്ദർശിക്കണം ഷെയ്ഖിനെ. നമ്മൾ ദൂരമുള്ളവരാണെങ്കിലും ഷെയ്ഖിന് എന്ത് ചെയ്യണം? കഴിവനുസരിച്ച് ആവർത്തിച്ച് സന്ദർശിക്കണം. ഷെയ്ഖ് ഹൈദരാബാദിലാണെങ്കിൽ നമ്മൾ ഇടക്കൊക്കെ എന്ത് ചെയ്യണം? ആവർത്തിച്ച് സന്ദർശിക്കണം. നമ്മൾ ദൂരത്താണെന്ന് പറഞ്ഞിട്ട് കുടി കുത്തിരുന്നൊരു കാര്യമില്ല. നമ്മൾക്ക് ഉയർച്ച വേണോ? അള്ളാന്റെ മാർഗത്തിൽ സന്ദർശിക്കണം. ഇതാണ് പറയുന്നത്. മനസ്സിലാവും. ഷെയ്ഖിനെ സന്ദർശിക്കൽ മുരീദിനെ ഉയർത്തുകയും സംസ്കരിക്കുകയും ചെയ്യും. വെറും ഷെയ്ഖിനെ സന്ദർശിക്കലാണ്. ഇത് പലരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മശായിഖന്മാരെ സന്ദർശിക്കുമ്പോൾ ഇൽമ് കിട്ടാൻ വേണ്ടി മാത്രം സന്ദർശിക്കുക എന്നുള്ളതല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബിലാൽ ഷാ നൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, ആ ഷെയ്ഖിനെ സന്ദർശിക്കുമ്പോൾ ഒരു ഇൽമിനെ തേടിയിട്ട് വരരുത്. ഷെയ്ഖിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ വരാൻ പാടില്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഒരിക്കൽ അവരുടെ ഷെയ്ഖായ നൂറുൽ മശായിഖ് നൂർ ഷാ ജീലാനി റളിയല്ലാഹു അൻഹു, നൂർ ഷാ തങ്ങൾ പപ്പ, നൂർ ഷാ തങ്ങൾ പലപ്പോഴും മൂപ്പര് വന്നപ്പോൾ ഇൽമൊന്നും കൊടുക്കില്ല.
അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തി ഇൽമു കൊടുക്കാതെ അദ്ദേഹം വന്നു. അപ്പൊ ഷെയ്ഖൊരുക്കെ ചോദിച്ചു, മോനെ എന്തിനാ വരുന്നത്, ഇൽമൊന്നും തരുന്നില്ലല്ലോ. അപ്പോ മഹാനവർ പറഞ്ഞു, ഞാൻ എന്റെ ഷെയ്ഖിനോട് പറഞ്ഞു, ഏക് ദീദാർ കേലിയ സർക്കാർ എന്ന് പറഞ്ഞു, ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് വന്നു. അതായത് എന്താണ് ദർശനം? ഞാൻ അതിനു മുന്നേ ആദ്യ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കാരണം ഇവരിലൂടെ മുത്തുനബിയാണ് നമുക്ക് കിട്ടേണ്ടത്. മുത്തുനബിയുടെ ആ സാന്നിധ്യം ഇവരിലൂടെ എനിക്ക് കിട്ടണം, മുത്തുനബിയുടെ ആ സുഗന്ധം ഇവരിലൂടെ എനിക്ക് കിട്ടണം, ഇവരിലൂടെ ഹഖ് തആലാന്റെ ശുഹൂദ് എനിക്ക് കിട്ടണം. ഇതൊക്കെയാണ് മനസ്സിലാണ്. അപ്പോ അതാ പറയുന്നത്. പിന്നെന്താ പറയണത്? മഹാന്മാര് പറയാറുണ്ട്, ഷെയ്ഖുമാരുടെ രീതി തന്നെ 3 മൗലിക കാര്യങ്ങളെ അധിഷ്ഠിതമാണ്. ഒന്ന്, ഒരുമിച്ച് കൂടുക, സമ്മേളിക്കുക, സമ്മേളനം. പലരും പറയും സമ്മേളനം പാടില്ല, സമ്മേളനം, സമ്മേളിക്കുക. 2, ശ്രദ്ധിച്ചു കേൾക്കുക, വിഷയങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. 3, അനുധാവനം ചെയ്യുക, അതിന്റെ പ്രവർത്തന തലത്തിലേക്ക്, പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക. ഈ 3 കാര്യങ്ങളാണ്. 5ാമത്തെ ആന്തരികമായ നിബന്ധനയായിട്ട് മഹാനോട് പറയുന്നത് എന്താണ്? ഷെയ്ഖ് കൈക്കൊള്ളുന്ന സംസ്കരണപരമായ നടപടികളിൽ ക്ഷമ മുറുകെ പിടിക്കണം. ചിലപ്പോൾ അദ്ദേഹം പരുഷമായി പെരുമാറുകയോ, അതായത് ഗൗരവമായി പരുഷമായി പെരുമാറുകയോ അവഗണിക്കുകയോ ചെയ്തെന്ന് വരും. ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തില്ല, മുരീദനെ ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന്, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് വരും. ശിഷ്യനെ മാനസികമായി പരുക്കൻ അവസ്ഥകളിലും ഹൃദയപരമായ രോഗങ്ങളിലും നിന്ന് വിമോചിപ്പിച്ചെടുക്കുക എന്നതാവും അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതും പരുഷമായി പെരുമാറുന്നതും എന്തായിരിക്കും? ഈ ശിഷ്യനെ മാനസികമായ അവന്റെ പരുക്കൻ അവസ്ഥകളിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അവനക്ക് സ്വന്തം തോന്നും, അല്ലെ, അവൻ അത് തിരുത്താൻ തുടങ്ങും. അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ഗൗരവം കാരണത്താൽ അവരുടെ ഹൃദയത്തിന്റെ ഷെയ്ഖിന്റെ പരുഷമായി പെരുമാറൽ കാരണത്താൽ അവർ ബാത്തിനിയായിട്ട് ഉള്ള ഒരു തവജ്ജുഹ് കൊണ്ടാണല്ലോ അവർ പെരുമാറുക. അപ്പൊ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ അങ്ങോട്ട് ഇല്ലാതായി പോകും, നീങ്ങിപ്പോവും, കറകളൊക്കെ നീങ്ങിപ്പോവും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എന്തായാലും ശിഷ്യനെ നേരെയാക്കാൻ മാത്രമായിരിക്കും ഒരു ഷെയ്ഖ് പരുഷമായി പെരുമാറുന്നത്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അവഗണിക്കുന്നത്. അവന് അള്ളാഹുവിലേക്ക് കൂടുതൽ രുചിയായി അള്ളാഹിന്റെ ആളാവാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ഷെയ്ഖ് എന്താണോ ഉദ്ദേശിച്ചത്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഭാഗ്യവാന്മാരല്ലാത്ത മിക്കവരും ഗുരുവിൽ നിന്ന് എന്തെങ്കിലും കാഠിന്യം ദൃശ്യമാകുമ്പോഴേക്കും തെറ്റിപ്പിരിഞ്ഞു പോരുകയും മ്ലേച്ഛതകളും ന്യൂനതകളും കൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. സൗഭാഗ്യവാനായ ഒരാൾ ഇക്കാര്യം പ്രത്യേകം ഗൗനിച്ചിരിക്കണം. കാരണം മനസ്സിന്റെ ഉദ്ദേശം അത് അയാളെ തകർത്തു കളയുക എന്നത് മാത്രമായിരിക്കും. അതിനാൽ ഷെയ്ഖിനെ വിട്ടുപിരിഞ്ഞു പോവുക എന്ന താല്പര്യത്തിൽ മനസ്സിനെ അനുസരിക്കരുത്. അതായത് നമ്മളെ ഉള്ളിലുള്ള നെഫ്സിന്റെ ഉദ്ദേശം ഈ നമ്മൾക്ക് സ്വയം ഇങ്ങനെ ഷെയ്ഖിനെ വിട്ടു പോവാനും തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഷെയ്ഖിന്റെ കാഠിന്യം വരുമ്പോ ഞാൻ ഇനി മതി, ഞാൻ ഇതിനെ വിട്ടുപോകാൻ തോന്നുന്നത്. മഹാനവറുകൾ പറയട്ട, ഇതൊക്കെ ഇന്റെ മേൽക്ക് വെച്ച് കെട്ടണ്ട. ഷറഫുദ്ദീൻ ഖലീലി ഉസ്താദ് ഇങ്ങനെ മൂപ്പരിങ്ങനെ ഇരുന്നുങ്ങാണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. പുതിയതൊന്നല്ല, അത് പഴയത് മഹാന്മാര് പറഞ്ഞത് കോട്ട് ചെയ്ത് പറയാണ്. അത് നമുക്ക് മനസ്സിലാൻ വിധത്തിലും ലളിതമായി വിശദീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ലളിതാണോ എന്നൊക്കെ അറിയില്ല, അത് നിങ്ങൾക്ക് അറിയുള്ളൂ. ചിലപ്പോ എനിക്ക് അത്ര യോഗ്യത ഉണ്ടോ എന്നൊന്നും അറിയില്ല അത് വിശദീകരിക്കാൻ. ഏതായാലും മൂപ്പര് പറയണതാണ്. എന്താണ് പറയണത്? വിട്ടുപോവാനുള്ളത് ഒന്നാണ് തന്റെ നെഫ്സ് തന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അങ്ങനെ തോന്നിപ്പിക്കുന്നത്. എന്നാ പിന്നെ ഫ്രീ ആയല്ലോ, നെഫ്സിന് ഫ്രീ ആയല്ലോ, ഇനി ആരുടെയും ശിക്ഷണില്ലല്ലോ, റാഹത്തായിട്ട് നടക്കുക. അപ്പൊ അതുകൊണ്ട് ഷെയ്ഖിൽ നിന്ന് പിരിഞ്ഞു പോകുകയും പിന്നെ ചെയ്യണ പണി എന്താണ്? തുടക്കത്തിലൊന്നും പറയില്ല, നല്ലതാ പറയുള്ളൂ ചെയ്യണ പണി. പിന്നെ കുറച്ചു കഴിഞ്ഞാണ്ട് ഷെയ്ഖിനെ കുറ്റം പറയാൻ തുടങ്ങും. മ്ലേച്ഛതകളും ന്യൂനതകളും കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. മഹാനവറുകൾ പറയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഷെയ്ഖിനെ വിട്ടുപിരിഞ്ഞു പോവുക എന്ന താല്പര്യത്തിൽ ഇത് മനസ്സിനനുസരിക്കരുത്. ആ താല്പര്യം മനസ്സ് പറയുമ്പോ, നഫ്സ് പറയുമ്പോ അതനുസരിക്കരുത്. ഇതാണ് പറയുന്നത്. 6ാമത്തത് എന്താണ്? ഷെയ്ഖിന്റെ സംസാരങ്ങളിൽ നിന്ന് ജനങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഗ്രഹണശേഷിയും ബുദ്ധിശക്തിയും അനുസരിച്ച് മാത്രമേ ഉദ്ധരിച്ചു കൊടുക്കാവൂ. അദ്ദേഹത്തിനും സ്വന്തത്തിനു തന്നെയും ദോഷം വരാതിരിക്കാനാണിത്.
അദ്ദേഹത്തിന് സ്വന്തത്തിന് തന്നെ ദോഷം വരാതിരിക്കാനാണ്. അത് മശൈഖമാർ നമുക്ക് തരുന്ന താലീമുകൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കരുത്. ഇനി മുരീദുമാരോട് തന്നെ മറ്റുള്ള ഇഖ്വാനികളോട് പറയുകയാണെങ്കിൽ തന്നെ ഓരോരുത്തരുടെ നിലവാരം, അവരുടെ പക്വതയും ബുദ്ധിയുടെ പക്വത അനുസരിച്ചിട്ടേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ആ പറയുന്നത്, അല്ല പറയാൻ പാടില്ല. അതൊരു അദബാണ് ശൈഖിനോടുള്ള. ഇമാം മഹാനായ മൗല ഇമാം അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങൾക്ക് മനസ്സിലാകും വിധമാണ് അവരോട് സംസാരിക്കേണ്ടത്. അള്ളാഹുവും അവന്റെ റസൂലും അവരാൽ നിഷേധിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിക്കാം. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ സംസാരിക്കുന്നതോട് വല്ലാത്ത വെറുപ്പാണ്. അവര് പറയാണ്, എന്താണ്, അങ്ങനെ സംസാരിക്കുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ അള്ളാഹുവിനും റസൂലിനെ പോലും നിഷേധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങനത്തെ സംസാരം, ചില വിഷയങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയങ്ങൾ, മേലെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, അസ്റാറുകൾ സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അവർ അള്ളാഹിനും റസൂലിനെ പോലും അധിക്ഷേപിക്കുന്ന ഒരു അവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ജനങ്ങളുടെ ബുദ്ധി എന്ത് ചെയ്യണം, ഗ്രഹണശക്തിയും അലി റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് മനസ്സിലാകും വിധമാണ് അവരോട് സംസാരിക്കേണ്ടത്. അള്ളാഹുവും റസൂലും അവരാൽ നിഷേധിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നവർ പറയാണ്. മനസ്സിലാവും. അപ്പോ ഇനി കൂടുതൽ ഒന്നും പറയണില്ല. ഇനി ഇതെന്നെ കുറെ ആയി ഇത് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് ആഗ്രഹിക്കുന്നവരുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ ക്ഷമിക്കുക. എന്തൊക്കെയോ ഉസ്താദ് കുറെ അതും ഇതൊക്കെ പറഞ്ഞല്ല, അത് ആവശ്യമുള്ളവരുണ്ടാവും. ആവശ്യമുള്ളവർക്ക് നല്ലതാണ്, അതിനുവേണ്ടി സംസാരിച്ചതാണ് കേട്ടോ. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരുടെയും മശൈഖന്മാരുടെ ദർജാത്തുകൾ അള്ളാഹു തആല നാൾക്ക് നാൾ ഉയർത്തട്ടെ. മശൈഖന്മാർ ആഗ്രഹിച്ചതുപോലെ ഉയരാൻ നമ്മളെ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആവാതിരിക്കട്ടെ. നമ്മളെ മശൈഖന്മാർ ആഗ്രഹിച്ചതുപോലെ, മുത്തുനബി ആഗ്രഹിച്ചതുപോലെ നമ്മളെ അള്ളാഹു തആല ആക്കി തരട്ടെ. വഅഫു അന്നാ യാ കരീം വഗ്ഫിർ ലനാ യാ റഹീം അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ അലൽ ഖൗമിൽ കാഫിരീൻ ബിജായി സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.